Dear students, നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലേ കീമിന് വരാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവരും കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വാച്ച് ചെയ്യുക. നമുക്ക് എക്സാമിനേഷൻ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കമൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാത്രമല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഒരു ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് പാർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെക്ഷനും കൂടിയാണിത്. അപ്പോൾ കെമിസ്ട്രി എവരുടെ ലൈഫിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡെറ്റോൾ ഈസ് ദ മിക്സർ ഓഫ് ഓപ്ഷൻ 1 ക്ലോറോസൈലിനോൾ ആൻഡ് ബിത്യോനോൾ, ക്ലോറോസൈലിനോൾ ആൻഡ് ടെർപീനിയോൾ, ഫിനോൾ ആൻഡ് അയഡിൻ, ടെർപീനിയോൾ ആൻഡ് ബിത്യോനോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഡെറ്റോൾ ഇസ് എ മിക്സർ ഓഫ്, നമുക്കറിയാം ഡെറ്റോൾ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ക്ലോറോസൈലിനോളിൻ്റെയും ആൽഫ ടെർപീനിയോളിൻ്റെയും ഒരു മിക്സറാണ്. അത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഡെറ്റോൾ ഇസ് എ മിക്സർ ഓഫ് ക്ലോറോസൈലിനോൾ ആൻഡ് ആൽഫ ടെർപീനിയോൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 വരും, ക്ലോറോസൈലിനോൾ ആൻഡ് ആൽഫ ടെർപീനിയോൾ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, ക്ലോറോസൈലിനോൾ ആൻഡ് ആൽഫ ടെർപീനിയോൾ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരാൻ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് നൈലോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നൈലോൺ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒന്ന് പോളി അമൈഡ്, പോളിത്തീൻ, പോളി എസ്റ്റർ ആൻഡ് പോളിസാക്കറൈഡ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നൈലോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, ഇതും എക്സാം മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നൈലോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിഅമൈഡ്, പോളിത്തീൻ, പോളിയെസ്റ്റർ, പോളിസാക്കറൈഡ്. അപ്പോൾ നമുക്കറിയാം നൈലോൺ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈലോൺസ് ഉണ്ട്. നൈലോൺ 6 ഉണ്ട്. ഓക്കെ, നൈലോൺ 6 ഉണ്ട്. ഓക്കെ, നൈലോൺ 6 എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്നറിയാം? നൈലോൺ 6 എന്ന് പറയുന്ന പോളിമർ ഓഫ് ഹെക്സാമെത്തിലീൻ ഡയമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ നൈലോൺ 6 എന്ന് പറയുന്നത് എന്താണ്? ആരുടെ പോളിമറൈസേഷൻ വഴിയാണ് കിട്ടുന്നത്? കാപ്രോലാക്ടം അല്ലേ? അപ്പോൾ കാപ്രോലാക്ടത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് പറയുന്ന നമ്മുടെ നൈലോൺ 6 എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നൈലോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. നൈലോൺ എന്ന് പറയുന്ന നൈലോൺസ് ആർ ജനറലി പോളി അമൈഡിൽ വരുന്ന ഒരു പോളിമറാണ് നൈലോൺസ് എന്ന് പറയുന്നത്. നൈലോൺ 6 ഉണ്ട്, നൈലോൺ 6 എക്സെട്രാ എക്സാമ്പിൾസ് ഓഫ് പോളി അമൈഡിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് which of the statement about denaturation given below are correct? ബയോമോളിക്യൂൾസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. which of the statement about denaturation given below are correct? Denaturation of protein causes loss of secondary and tertiary structure of protein. Denaturation leads to the conversion of double strand of DNA into single strand. And third option is denaturation. Third point, denaturation affect primary structure which get distorted. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിനാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ലോസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അല്ലെ, പ്രോട്ടീൻസ് നമ്മൾ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പ്രോട്ടീൻ ലോസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡിനാച്ചുറേഷൻ. ഡിനാച്ചുറേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രോട്ടീന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്
അല്ലെ, ടെർഷറി സ്ട്രക്ചർ ഉണ്ട്, അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ എന്താ സംഭവിക്കുക? പ്രോട്ടീൻ അതിൻ്റെ സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു, അല്ലെ, ലൂസ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ കോസസ് ദ ലോസ് ഓഫ് സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. കറക്റ്റ് തന്നെയാണ്. Okay, next, denaturation leads to the conversion of double strand DNA into single strand. Correct തന്നെയാണ്. ഹൈഡ്രജൻ ബോൺസ് ഒക്കെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. സോ ഡബിൾ സ്റ്റാൻഡ് DNA into single strand. Denaturation affect primary structure which get distorted. അത് കറക്റ്റ് ആണോ? ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ എന്താ സംഭവിക്കുക? സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്ത് പോകുന്നു. ബട്ട് പ്രൈമറി സ്ട്രക്ചർ എന്ന് റിമൈൻസ് എന്താണ്? ഇൻടാക്ട്. എന്ന് വെച്ചാൽ പ്രൈമറി സ്ട്രക്ചർ അതുപോലെ തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡീനാച്ചുറേഷൻ അഫക്റ്റ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് റോങ് ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? 1 and 2. 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. 3, 2 ആർ കറക്റ്റ്, 1, 3 കറക്റ്റ്, 1, 2 കറക്റ്റ്, 1, 2, 3 ആർ കറക്റ്റ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? 3 വരും. 1 and 2 ആർ കറക്റ്റ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്പീഡിന് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. The correct increasing order of basic strength of the following compound is. Correct increasing order of basic strength of the following compound is. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ തന്നിരിക്കുന്നത് അമീൻസ് ആണ്. അമീൻസിനകത്തുള്ള 3 കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അനിലിനാണ്. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്നത് പാരാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ പാരാ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്. കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓർഡർ നിങ്ങളിപ്പോൾ തന്നെ കറക്റ്റ് ഓർഡർ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം അനിലിന് എടുക്കുന്ന സമയത്ത് നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ കേസിലും നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, അല്ലേ? നൈട്രജനിൽ ലോൺ പെയർ ഉള്ളത് കൊണ്ടാണ് ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം നൈട്രജനിലുള്ള ലോൺ പെയറിൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺസിഡർ CH3. ഈ പറഞ്ഞ കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ CH3 ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ്. ശരിയല്ലേ? CH3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ശരിയല്ലേ? മാത്രമല്ല ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യുന്നു? റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂട്ടുകയാണെങ്കിൽ, റിങ്ങിനകത്ത് കൂട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ അകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ലോൺ പെൻ അവൈലബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ നൈട്രജനിലുള്ള ലോൺ പെൻ അവൈലബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നേരെ മറിച്ച് NO2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തെയും കുറയ്ക്കും. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോൺ പെയറിൻ്റെ അവൈലബിലിറ്റി, ലോൺ പെയറിനെ കൊടുക്കാനുള്ള കഴിവ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്ന സമയത്ത് വിച്ച് വൺ ഈസ് മോർ ബേസിക് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുള്ള തേർഡ് കോമ്പൗണ്ട് ആയിരിക്കും മോർ ബേസിക്. ഇനി അനിലിനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പും ഇല്ല, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇല്ല. റൈറ്റ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പും ഇല്ല, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇല്ല. എവിടെ? നമ്മുടെ അനിലിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ബേസിക് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ തേർഡ് ഓപ്ഷൻ അല്ലേ? അതായത് ഈ പറഞ്ഞ കോമ്പൗണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബേസിക് നാച്ചർ കാണിക്കുന്നത്. പിന്നീട് ആര് വരുമെന്നാണ് പറയുന്നത്? ഈ പറഞ്ഞ അനിലിൻ. അതിനുശേഷമേ ആര് വരത്തുള്ളൂ? സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഈ കോമ്പൗണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായിരിക്കും? 3 വരും. ഏറ്റവും ഫസ്റ്റ് 3, ഇതിൽ എന്താണ്? 1, 2. ഡെഫിനറ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവാണ്. Question number 5. Which of the following represents the correct order of the acidity of given compounds? നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലേ? ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ ഓഫ് ആസിഡ് ക്യാരക്ടറാണ് നമ്മൾ ചോദിക്കുന്നത്. ഓർഡർ ഓഫ് ആസിഡ് ക്യാരക്ടർ എന്തായിരിക്കും? നമുക്കറിയാം ഈ പറഞ്ഞ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഹലജൻസിൻ്റെ പ്രസൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ എന്ത് ചെയ്യും? ആസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ ഫ്ലൂറോ അസറ്റിക് ആസിഡ് ഉണ്ട്, ക്ലോറോ അസറ്റിക് ആസിഡ് ഉണ്ട്, ബ്രോമോ അസറ്റിക് ആസിഡ് ഉണ്ട്, പിന്നെ അസറ്റിക് ആസിഡ് ഉണ്ട്. ഈ അസറ്റിക് ആസിഡിലേക്ക് ഈ പറഞ്ഞ ഹാലജൻസ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, അസിഡിക് ക്യാരക്ടർ കൂടും. റൈറ്റ്? കറക്റ്റ് അല്ലേ? മാത്രമല്ല, ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലജൻസ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഹാലജൻസ്, ഈ കേസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഹാലജൻസ് കൂടുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഫ്ലൂറോ അസറ്റിക് ആസിഡ് അല്ലേ? ഫ്ലൂറോ അസറ്റിക് ആസിഡ് വരുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതിനുശേഷം ക്ലോറിൻ വരും, പിന്നെ ബ്രോമിൻ, ലാസ്റ്റ് ആര് വരും? CH3COOH. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ എന്തൊരു ഓപ്ഷൻ 3 വരും. ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്, ബ്രോമോ അസറ്റിക് ആസിഡ്, ഫൈനലി അസറ്റിക് ആസിഡ്. അവിടെ എന്തില്ല? അവിടെ ആരില്ല? ഹാലജൻ ഇല്ല. അല്ലെങ്കിൽ എന്ത് ഗ്രൂപ്പ്? -A ഗ്രൂപ്പ് അവിടെ ഇല്ല. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഡെഫിനറ്റ് ആൻഡ് ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറഞ്ഞ ഹാലജനേറ്റഡ് ആസിഡ് വരുന്ന സമയത്ത് നോർമൽ കാർബോക്സിലിക് ആസിഡിനേക്കാൾ അസിഡിറ്റി ആർക്ക് കൂടുതലായിരിക്കും? ഹാലജനേറ്റഡ് ആസിഡിന് കൂടുതലായിരിക്കും. മനസ്സിലായാലോ? ഹാലജനേറ്റഡ് ആസിഡ് എടുക്കുന്ന സമയത്ത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഹാലജൻ എവിടെയാണ് വരുന്നത്? അത് മോർ അസിഡിക് ആയിരിക്കും. ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. ആൻസർ ഓപ്ഷൻ 3 വരും. നെക്സ്റ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് C6H5. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. റിയാക്ഷൻ ഓഫ് C6H5 CH ഡബിൾ ബോണ്ട് CH3 വിത്ത് HBr പ്രൊഡ്യൂസസ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ C6H5 CH ഡബിൾ ബോണ്ട് CH3 വിത്ത് HBr പ്രൊഡ്യൂസസ്. C6H5 CH2 CH2Br. അതുപോലെ തന്നെ സെക്കൻഡ് പറഞ്ഞ ഓരോ കോമ്പൗണ്ട്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നത് വാച്ച് ചെയ്യുക. അപ്പോൾ ഏതാണ് ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് എഴുതി നോക്കാം. റിയാക്ഷൻ ഓഫ് C6H5 അല്ലേ? റിയാക്ഷൻ ഓഫ് C6H5 റിയാക്ഷൻ ഓഫ് C6H5 CH ഡബിൾ ബോണ്ട് CH3. ഇതാണ് നമ്മുടെ റിയേജന്റ്. ഇതിലേക്ക് HBr ആഡ് ചെയ്യുന്നു. HBr ആഡ് ചെയ്യാൻ മീൻസ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? H+ കൊടുക്കുന്നു, അതിനുശേഷം Br- ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇതിൻ്റെ പ്രസൻസിൽ, ആരുടെ പ്രസൻസിൽ? H+ന്റെ പ്രസൻസിൽ ഡബിൾ ബോണ്ടിനകത്തുള്ള പൈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ സപ്പോസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു വിചാരിച്ചോളൂ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇവിടെ ഇലക്ട്രോൺസ് വരും. ഇവിടെയുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഈ H+ ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യും. സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് C6H5CH. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ കാർബൺ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ്. റൈറ്റ്? ദെൻ എന്തുണ്ട്? CH2. ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുമ്പോൾ H+ ഗെയിൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? CH2 CH3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്തു? H+ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. എന്ത് ആഡ് ചെയ്തു? H+ ആഡ് ചെയ്തു. ക്ലിയർ? ഓക്കെ, H+ ആഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് Br- ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോകാറ്റയോൺ ആണ്. ശരിയല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഇതെന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോഴേ തന്നെ അറിയാം, ഈ പറഞ്ഞ ബെൻസൈൽ കാർബോകാറ്റയോണിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ബെൻസൈൽ കാർബോകാറ്റയോൺ എന്ന് വെച്ചാൽ മോർ സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഒരിക്കലും ഇവിടുന്ന് ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഇവിടെ വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ബെൻസൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് ഉറപ്പായിട്ട് പോസിറ്റീവ് ചാർജ് എവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴും C6H5 അല്ലെങ്കിൽ ബെൻസീൻ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് കാർബണിലായിരിക്കും പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ബെൻസൈൽ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? Br-. ഇനി Br-ന്റെ അറ്റാക്കാണ്. Br- അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ടായിരിക്കും നേരെ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉള്ള സെൻറ്ററിലേക്ക്. ദാറ്റ് ഈസ് C6H5 CH എന്നുണ്ട്. ഇവിടെ ഒരു Br CH2 CH3. ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന C6H5 CHBr CH2 CH3. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ 3 വരും. ശരി, ഇതാണ് മേജർ പ്രോഡക്റ്റ്, മേജർ ആയിട്ടുള്ള മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന C6H5 CH ഡബിൾ ബോണ്ട് CH3 വിത്ത് അല്ലേ HBr പ്രൊഡ്യൂസേഴ്സ്. ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്ലിയർ? യെസ്. ഇനി അടുത്തത്
വിച്ച് അയോൺ ഈസ് കളർലെസ്? ഏത് അയോണാണ് ഇവിടെ കളർലെസ് ആയി പറയപ്പെടുന്നത്? ഏത് അയോണാണ് കളർലെസ്? നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് മക്കളെ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്തോളൂ. CR3+, CR4+ കൊടുത്തിട്ടുണ്ട്, സ്കാൻഡിയം 3+ കൊടുത്തിട്ടുണ്ട്, ടൈറ്റാനിയം 3+ കൊടുത്തിട്ടുണ്ട്, വനേഡിയം 3+ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിച്ച് വൺ ഈസ് കളർലെസ്? ഏതാണ് കളർലെസ്? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആരാണ് കളർലെസ്? അപ്പോൾ ഒരു ഹിൻഡ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഏതാണ്? Elements or ions with D10 and D0 configurations are colorless. D10 and D0 configurations ഉള്ള സ്പീഷീസ് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ക്രോമിയം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ക്രോമിയം എടുക്കുന്ന സമയത്ത് ക്രോമിയത്തിൻ്റെ കേസിൽ 3D5 4s1 ആണ്, CR4+ ആണ്. ക്രോമിയം 4+ ആണെങ്കിൽ അവിടുന്ന് എത്ര ഇലക്ട്രോൺസ് പോകുന്നുണ്ട്? ടോട്ടൽ 4 ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുവരും? 3D5 അല്ലെ, ഇവിടെ 3D5 4s1 ആണ്. ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഇവിടുന്ന് പോകുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെ 4 ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? D2 കോൺഫിഗറേഷൻസ് ആണ്. D2. ശരി, അപ്പോൾ D0 അല്ല. ശരിയല്ലേ? സ്കാൻഡിയത്തിൻ്റെ പ്രത്യേകത, സ്കാൻഡിയം 3D1 4s2, സ്കാൻഡിയം 3+ എന്ന് പറയുന്നതായിരിക്കും D0, 3D0 കോൺഫിഗറേഷൻ ആണ്. സോ സ്കാൻഡിയം 3+ ഈസ് ഒന്നാണ് കളർലെസ്. ടൈറ്റാനിയം അതുപോലെ തന്നെ. ടൈറ്റാനിയം എടുക്കുന്ന സമയത്ത് ടൈറ്റാനിയം അല്ലേ 3D2 4s2 ആണ്. 3+ വരുമ്പോൾ 3D1 വരും, അത് കളേർഡാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ വനേഡിയം 3D3 4s2. ശരിയല്ലേ? അപ്പം വനേഡിയം 3+ വരുന്ന സമയത്ത് കോൺഫിഗറേഷൻ വരും 3D2 വരും, D2 കോൺഫിഗറേഷൻ. കറക്റ്റ് അല്ലേ? യെസ്. അത് ഓർത്തിരിക്കുക, D2 കോൺഫിഗറേഷൻ വരുന്ന. ദാറ്റ് മീൻസ് ഇവിടെ കളർലെസ് ആയിട്ടുള്ള D0 കോൺഫിഗറേഷനുള്ള ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനാണ് സ്കാൻഡിയം 3+. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് വിത്ത് D10 ആൻഡ് D0 കോൺഫിഗറേഷൻസ് ആർ വാട്ട്? കളർലെസ് ആയിരിക്കും. ഓക്കെ മക്കളെ, അത് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. among the following the correct order of acidity is among the following the correct order of acidity is. P ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? അവിടെ കൊടുത്തിരിക്കുന്ന ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻസ് കൊടുത്തിട്ടുണ്ട്, HClO കൊടുത്തിട്ടുണ്ട്, HClO2, HClO3, HClO4, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരുപാട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഓക്സോ ആസിഡ് ഓഫ് ഹാലജൻസ് എടുക്കുന്ന സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്? അല്ലെങ്കിൽ അസിഡിറ്റിയുടെ കറക്റ്റ് ഓർഡർ എന്താണ്? അപ്പോൾ അതിനും അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇൻ ദി കേസ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻസ് നമുക്ക് പറയാം acidity directly proportional to oxidation state of halogens. ഹാലജൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വളരെ പെട്ടെന്ന് അല്ലേ നമുക്ക് പറയാൻ പറ്റും. അസിഡിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻ. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കാം. ക്ലോറിൻ്റെ കേസിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈഡ്രജൻ്റെ 1 ആണ്. ശരിയല്ലേ? ക്ലോറിൻ്റെ X ആണ്, ഓക്സിജൻ്റെ -2 ആണ്, ഈസ് ഈക്വൽ ടു 0. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ X ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? +1 എന്ന് കിട്ടും. അപ്പോൾ ക്ലോറിൻ്റെ കിട്ടുന്നത് +1 എന്ന് കിട്ടും. HClOയുടെ കേസിൽ +1. HClO2 എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. HClO2 എടുക്കുന്ന സമയത്ത് +3 വരും. HClO3 എടുക്കുന്ന സമയത്ത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 വരും. HClO4 എടുക്കുന്ന സമയത്ത് +7 വരും. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7, +5, +3, +1. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കുന്ന സമയത്ത് മനസ്സിലാവും അസിഡിറ്റി ഓഫ് എന്താണ് oxo acids of halogen directly proportional to oxidation state. Oxidation state proportional ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 വരും. ശരിയല്ലേ? HClO, HClO2, HClO3 ആൻഡ് HClO4. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ മക്കളെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ ഈ ലാസ്റ്റ് ഈ പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH ഈസ് ഈക്വൽ ടു അല്ലേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH ഈസ് ഈക്വൽ ടു
ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ തന്നെ പറയാൻ പറ്റും. ഓക്കെ, ലാംഡ 0 NH4Cl പ്ലസ് ലാംഡ എം NaCl മൈനസ് ലാംഡ എം 0 NaOH. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി NH4OHൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കോൾറാഷസ് ലോയുടെ എന്താണ് ഒരു ആപ്ലിക്കേഷനാണ് അല്ലെ, കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കോൾറാഷസ് ലോ വെച്ച് ഇത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോൾറാഷസ് ലോ വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഉള്ളതാണ് തന്നിരിക്കുന്നത് NH4OH വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം ഇൻഫിനിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആദ്യം NH4Cl, ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം സോൾവ് ചെയ്യുന്ന സമയത്ത് ലാംഡ എം അല്ലേ, ലാംഡ 0 M ഓഫ് NH4Cl പ്ലസ് ലാംഡ M0 ഓഫ് NaOH മൈനസ് ലാംഡ M0 ഓഫ് NaCl നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ലാംഡ M0 അല്ലെങ്കിൽ ലാംഡ 0 ഓഫ് NH4 പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസ് പ്ലസ് ലാംഡ 0 ഓഫ് Na പ്ലസ് ലാംഡ 0 ഓഫ് OH മൈനസ് ലാംഡ 0 ഓഫ് Na മൈനസ് ലാംഡ 0 ഓഫ് Cl മൈനസ്. കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ തന്നിരിക്കുന്നതിന് ഓരോന്നിനെ അയോൺസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ ഒരു മൈനസ് അല്ലേ ലാംഡ 0 Na പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ലാംഡ 0 Na പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ലാംഡ 0 Cl മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ലാംഡ 0 Cl മൈനസ് ഉണ്ട്. ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റെ സൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? ലാംഡ M0 ഓഫ് എന്താണ്? ദാറ്റ് ഈസ് ലാംഡ M0 ഓഫ് NH4 പ്ലസ് അല്ലേ പ്ലസ് ലാംഡ 0 ഓഫ് ആരാണ്? OH മൈനസ്, ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഓഫ് ആര് കിട്ടും? NH4OH. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ എന്ത് വരും? ഇതാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കിട്ടും. നോക്കൂ ഇവിടെ ലാംഡ എം NH4Cl പ്ലസ് ലാംഡ M0 ഓഫ് NaOH മൈനസ് ലാംഡ M0 ഓഫ് NaCl. ഓപ്ഷൻ 4 നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? കറക്റ്റായിട്ട് ഈ പറഞ്ഞ വാല്യൂ കിട്ടും, ശരിയല്ലേ? യെസ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CrO5 ഈസ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CrO5 ഈസ്. CrO5 എടുക്കുന്ന സമയത്തുള്ള ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CrO5യിലുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും അല്ലേ? അപ്പം മിക്കവാറും പല ആൾക്കാർക്കും ഇത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ, CrO5യിലുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? യെസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് +6 +2 +3 ഉണ്ട്, +3 ഉണ്ട്, അതുപോലെ തന്നെ +4 ഉണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ ആൻസർ കിട്ടില്ല. ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രോമിയത്തിൻ്റെ x +5 × -2 = 0, x +10 എന്ന് എഴുതും. ആക്ച്വലി ഇത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇത് തെറ്റാണ്, റോങ് ആണ്, ശരിയല്ലേ? ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രോമിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ നമ്മൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് എടുക്കുമ്പോൾ ക്രോമിയം അല്ലേ 3d5 4s1 ആണ്. 3d5 4s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. സോ ക്രോമിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഈ ഇലക്ട്രോൺസ് കാണുമ്പോഴേ അറിയാം +6 ആണ് ക്രോമിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? +6 ആണ്. +6 ആണ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും +10 കാണിക്കില്ല. സോ ഇത് റോങ് ആണ്. ഇനി നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് CrO5-നകത്തുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഷുവറായിട്ട് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അപ്പോൾ CrO5, അപ്പം മറക്കരുത് CrO5ൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ അത് ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ് CrO5-നുള്ളത്. എന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റം ക്രോമിയം കണ്ടല്ലോ, ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ബട്ടർഫ്ലൈ 2 വിങ്സ് ഒക്കെ വരയ്ക്കുക. അതിനുശേഷം കണ്ടല്ലോ ഇവിടെ ഒരു ആൻറ്റിന പോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടല്ലോ, ബട്ടർഫ്ലൈ സ്ട്രക്ചർ. CrO5ൻ്റെ സ്ട്രക്ചർ ബട്ടർഫ്ലൈ സ്ട്രക്ചർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബട്ടർഫ്ലൈയുടെ വിങ്സ് എടുക്കുന്ന സമയത്ത് ഇതൊരു OO ലിങ്കേജ് ഉണ്ട്. ദിസ് OO ലിങ്കേജ് ഇസ് കോൾഡ് പെറോക്സൈഡ് ലിങ്കേജ്. പെറോക്സൈഡ് ലിങ്കേജ് വരുമ്പോൾ ഓക്സിജൻ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? -1. മനസ്സിലായല്ലോ? പെറോക്സൈഡ് ലിങ്കേജ് വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ് -1. ഇനി ഇതും പെറോക്സൈഡ് ആണ്, -1. ഇത് നോർമൽ ഓക്സിജൻ ലിങ്കേജ് ആണ്, -2. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ചെയ്യാമല്ലോ. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ശരിയല്ലേ? എന്ത് കൊടുത്താൽ മതി? ക്രോമിയത്തിൻ്റെ എക്സാ 4 ഓക്സിജൻ്റെ -1. സോ 4 × -1 പ്ലസ് ഒരു ഓക്സിജൻ്റെ എത്രയാണ്? -2 ഈസ് ഈക്വൽ ടു വാട്ട്? 0. ശരിയല്ലേ? 4 ഓക്സിജൻ്റെ 4 ഓക്സിജൻ്റെ -1, ഒരു ഓക്സിജൻ്റെ -2 ഈക്വൽ ടു 0. ഫ്രം ദിസ് എക്സ് ഈസ് ഈക്വൽ ടു -4 + 2 -6. -6 അപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? +6. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? +6. ഓപ്ഷൻ 1. ക്ലിയർ ആയല്ലോ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. The percentage of free space and the number of particles in three-dimensional HCP unit cell are. ശ്രദ്ധിച്ചോളൂ, വളരെ നന്നായിട്ട് തന്നെ ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. വളരെ നന്നായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, the percentage of free space and number of particles in three-dimensional HCP unit cell are. നമുക്കറിയാം 3-dimensional HCPs വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ തന്നെയാണ് HCP. ഇൻ HCP അറേഞ്ച്മെന്റ് നമുക്കറിയാം ഇതാണ് ഹെക്സഗണൽ അല്ലെങ്കിൽ 3-dimensional HCP വരുന്ന സമയത്തുള്ള ഹെക്സഗണൽ യൂണിറ്റ് സെൽ. കണ്ടല്ലോ, ഹെക്സഗൺ ശരിയല്ലേ? കണ്ടോ, ഹെക്സഗണൽ യൂണിറ്റ് സെൽ. ഇത് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ്. ദിസ് ഇസ് ഹെക്സഗണൽ യൂണിറ്റ് സെൽ. ഹെക്സഗണൽ യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹെക്സഗണിൻ്റെ എല്ലാ കോർണറിലും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെക്സഗണിൻ്റെ എല്ലാ കോർണറിലും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ 2 പാർട്ടിക്കിൾ ഫേസിൻ്റെ സെൻറ്ററിലുണ്ട്. അതിനുശേഷം 3 പാർട്ടിക്കിൾസ് ബോഡിയുടെ ഉള്ളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോഡിയുടെ ഉള്ളിൽ ഇതാണ് HCP യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഫ്രീ സ്പേസ് ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 3-dimensional HCP. ഇതാണ് HCP അറേഞ്ച്മെന്റ് എടുക്കുമ്പോൾ ഇതിന്റെ കോർണറിന്റെ കോൺട്രിബ്യൂഷൻ 1/6 ആണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെ? ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ 1/2. ഓക്കെ, ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/2. ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഷെയർഡ് എന്ന് പറയുന്നത് 6 ആണ്. ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത് 6. സോ ഈ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്ന അതിന്റെ കോൺട്രിബ്യൂഷൻ 1/6 ആണ്. ഇത് 1/2. ഇത് ബാക്കി 3 ബോഡിക്ക് ഉള്ളിലല്ലേ? സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു കോർണറിന്റെ കോൺട്രിബ്യൂഷൻ അറിയാലോ. എത്ര കോർണർ ഉണ്ട്? ഇവിടെ 6 ഉണ്ട്, then ഇവിടെ 6 ഉണ്ട്. സോ 12, total 12 into 1/6 plus face at the center 2. So 2 into 1/2, right? Plus 3 particles inside the body. Bodyയുടെ അകത്തുണ്ട് 3 പാർട്ടിക്കിൾ ഇൻസൈഡ് അല്ലേ? 3 പാർട്ടിക്കിൾസ് ഇതാണ്, 3 പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ബോഡി. സോ ഇൻസൈഡ് ദ ബോഡിയാണ് വേറെ ഒരു പാർട്ടിക്കിളിനും ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയാണെങ്കിൽ 12 into 6 അപ്പോൾ അത്ര കിട്ടും. ഇവിടെ 2 കിട്ടും പ്ലസ് 12 into 1/6. 2 into 1/2 1 ആണ്, പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ശരിയല്ലേ? സോ ഇതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 74%. സോ അങ്ങനെയാണെങ്കിൽ എം ടി സ്പേസ് ഓർ വോയിഡ് ഈസ് ഈക്വൽ ടു വോയിഡിന്റെ പെർസെന്റ് എത്രയാണ്? 100 - 74, റൈറ്റ്? ഓക്കെ, packing efficiency is equal to percentage of sphere is equal to 74%, and the percentage of void is equal to 100 - 74, that is equal to what? 26%. 26%, right? Okay, so our answer option 1 wherein 26% and number of particle is equal to what? 6. Clear?
Yes. Next question number 12. The conjugate acid of NH2 minus is NH2 minus in the conjugate acid ഏതാണ്? Conjugate acid of NH2 minus is. നമുക്കറിയാം conjugate acid base pair നമുക്കറിയാം ആസിഡ് ബേസ് പെയർ ഡിഫർ ബൈ എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന് ഡിഫറൻസ് ഉള്ള, H പ്ലസിന് ഡിഫറൻസ് ഉള്ള, ശരിയല്ലേ, ഹൈഡ്രജന്റെ ഡിഫറൻസ് ഉള്ള, അല്ലേ, ഒരു പ്രോട്ടോണിന് ഡിഫറൻസ് ഉള്ള ആസിഡ് ബേസ് പെയറിനെയാണ് എന്ത് വിളിക്കുക? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ആസിഡ് ബേസ് പെയർ ഡിഫർ ബൈ എ പ്രോട്ടോൺ ഈസ് സിംപ്ലി കോൾഡ് ആരാണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ NH2 മൈനസുമായിട്ട് NH2 മൈനസ് ആയിട്ട് ഒരു പ്രോട്ടോണിന് ഡിഫറൻസ് ഉള്ള, അപ്പോൾ ഇത് NH4 OH ആണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 5 ഉണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. NH4 പ്ലസ്, അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2 പ്രോട്ടോൺ ഡിഫറൻസ് ഉണ്ട്, അത് അറിയേണ്ട ആവശ്യമില്ല. NH2 മൈനസ് ഇത് സെയിം ആണ്. NH3, അപ്പോൾ NH3 എടുക്കുന്ന സമയത്ത് NH3യും NH2 പ്ലസും തമ്മിൽ, NH2 മൈനസും തമ്മിൽ ഒരു പ്രോട്ടോണിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2 മൈനസ് ഈസ് ആരാണ്? NH3 എന്ന് പറയേണ്ടി വരും. ആസിഡ് ബേസ് പെയർ ഡിഫർ ബൈ എ പ്രോട്ടോൺ ഈസ് സിംപ്ലി കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി question number 13. An ideal gas that cannot be liquefied by gas. എന്തുകൊണ്ട് ഐഡിയൽ ഗ്യാസിന് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നില്ല? Okay, its critical temperature is always above 100 degrees, 0 degrees Celsius. Its molecules are relatively small in size. It solidifies before becoming a liquid. The force operative between its molecules are negligible. Okay, an ideal gas cannot be liquefied. നമുക്ക് ഒരിക്കലും ഐഡിയൽ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലിക്വിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഐഡിയൽ ഗ്യാസ് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. എന്താണ് റീസൺ? നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഒബേ ചെയ്യുന്നുണ്ട്. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പറയുന്നത് there is no intermolecular force of attraction between the gas molecule. ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അത് ഈ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണ്. ശരിയല്ലേ? സോ നമുക്കറിയാം, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ ഗ്യാസ് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് അല്ലേ? അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്തില്ല? നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് an ideal gas cannot be liquefied because force of operative between its molecules are what? Negligible. Right? Okay, so the correct answer is option 4. Question number 14. The correct geometry and the hybridization of XCF4 are. Correct geometry and the hybridization of XCF4. നമുക്കറിയാം, XCF4 കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ XCF4 അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് XCF4ന്റെ ഷേപ്പ് ഇതാണ്. ഷേപ്പ് ഓഫ് XCF4. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റം 4 ആണ്, നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? 2 ആണ്. സോ ഇതിന്റെ ഷേപ്പ് കാണുമ്പോഴേ തന്നെ നമുക്കറിയാം സ്ക്വയർ പ്ലാനാർ ആണ്. ആൻഡ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഹൈബ്രിഡൈസേഷൻ H is equal to half into V plus M. ഓക്കെ, V എന്ന് പറയുന്ന നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, M എന്ന് പറയുന്ന മോണോവാലന്റ് ആറ്റം. ലിസൺ, അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഒരു നോർമൽ മോളിക്യൂൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു V plus M. ഒരിക്കലും ഇത് അയോൺസിന്റെ കേസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നോർമൽ മോളിക്യൂളിന്റെ കേസിൽ ഹാഫ് ഇൻറ്റു V plus M. സോ അങ്ങനെയാണെങ്കിൽ half into valence electron. Valence electron എത്രയാണ്? 8 plus monovalent atoms surrounding the central atom is equal to what? 4. That is equal to എന്ത് വരും? 12/2. That is equal to 6. 6 വന്നാൽ hybridization is always sp3d2. Okay, hybridization is equal to 6 ആണ്. 6 വരികയാണെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ നമ്പർ 6 ആണ്. അപ്പോൾ 6 വരികയാണെങ്കിൽ sp3d2. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്ന സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആൻഡ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് വാട്ട്? sp3d2. ഇനി നമ്മളോട് ഇലക്ട്രോൺ ജോമെട്രിയാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടാഹൈഡ്രൽ പറയേണ്ടി വരും. ഇലക്ട്രോൺ ജോമെട്രി ഒക്ടാഹൈഡ്രൽ. ശരി, ഷേപ്പ് ഒന്നും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ സ്ക്വയർ പ്ലാനാർ ആണ് വിത്ത് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇലക്ട്രോൺ ജോമെട്രി ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോൺ ജോമെട്രി ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും അത് എന്താണ്? ഒക്ടാഹൈഡ്രൽ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഈസ് മാക്സിമം ഇൻ. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത് എവിടെയാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു
N into Na, number of molecules into Avogadro's number. അപ്പോൾ ഓപ്ഷൻ 1 എടുക്കുന്ന സമയത്ത് 1.8 grams of water, 1.8 grams of water എടുക്കുന്ന സമയത്ത് N is equal to given mass by molar mass ആണ് 1.8 divided by molar mass of water 18 into Na. That is അറിയാലോ എത്രയാണ് വരുമ്പോൾ Na എന്ന് പറയുമ്പോൾ 6.02 into 10 raised to 23. Right. ഇനി second is 18 gram of water. 18 gram വെച്ചാൽ given mass by molar mass, that is 18 divided by 18 into Na, that is equal to what? ഇവിടെ വരുന്ന സമയത്ത് Na, that is equal to what? Na എന്ന് കിട്ടും. റൈറ്റ്. ഇനി തേർഡ് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് 18 moles of water. 18 moles of water എന്ന് പറയുമ്പോൾ നമുക്കറിയാം number of molecules is equal to N into Na, that is equal to 18 into Na, that is 18 Na വരും. റൈറ്റ്. ദെൻ ഫോർത്ത് 18 molecules of water. 18 molecules of water എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന 18 molecules ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 18 ഡിവൈഡഡ് ബൈ Na into Na. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നാൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ 18 by Na into Na. ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്? ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ട്? 18. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് എന്തായിരിക്കും? നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 വരും, 18 Na മോളിക്യൂൾസ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം മാക്സിമം നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് പ്രസന്റ് ഇൻ 18 moles ഓഫ് വാട്ടർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കെമിസ്ട്രിയുടെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ. ഇനി അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ മാത്സിലെ സണ്ണി സാറ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ടേക്ക് കെയർ. ബൈ. Yes, good evening everyone. Today, season's greetings to you all. Today we will we will have a quick run through the entire syllabus of mathematics, and you are going to see lot of tips and tricks, shortcuts and secrets. Let's start then. Take the paper, take pen, and start along with me. All right. Right. The first question we have. The first question. Let A be the set 1, 2, 3, 4, 5, 6, the number of subsets of A containing 2 and 4. What's the formula for number of subsets? Subsets means that is 2 raised to n. That's the total number of subsets. Now containing a particular R elements, that is 2 raised to n minus R. What is R? 2 and 4. Therefore, R is equal to 2, n is equal to 6. Your answer is 2 to the power 6 minus 2. That is 2 raised to 4. That's equal to 16. So the answer is D. That is 16 is your answer. Right? The same answer, ഇതേപോലത്തെ ആൻസർ മൊത്തം 6 എലമെന്റ്സ്, അതിൽ ഉള്ള സബ്സെറ്റ് കണ്ടുപിടിക്കണം. അതിൽ എല്ലാ സബ്സെറ്റിലും ഈ 2ഉം 4ഉം എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടായിരിക്കണം. റിമെമ്പർ ദിസ് ഫോർമുല 2 to the power n minus r. On to the next question. See, A and B are any two sets A minus of A minus B. Here you can use Venn-Euler diagram. Venn-Euler diagram. Okay. Venn-Euler diagram we see.
universal set. Then we take one set here. See, this is the another set B also we take. Another set B also we take. This is A, this is B. Let's take that. This part is called A intersection B. A minus B എന്ന് പറഞ്ഞാൽ those in A but not in B. A യിൽ ഉണ്ടായിരിക്കണം, B യിൽ ഉണ്ടാവാൻ പാടില്ല. This is called A minus B. അപ്പോൾ this part നമ്മൾ കണ്ടുപിടിച്ചു. ഇനി A minus B. That's again A minus B means this is A minus B. A യിൽ ഉണ്ടായിരിക്കണം എന്നാൽ A minus B യിൽ ഉണ്ടാവാൻ പാടില്ല. That is equal to what there? A intersection B. That is this part. Therefore, this part is also over. This is A intersection B. Now, ഇനി എന്താ പറയുന്നത്? വീണ്ടും ഒരു A minus B. അതായത് A minus A intersection B. Look at the figure. That's again A minus B. This itself. This is equal to A minus B. A യിലുണ്ട്, B യിലില്ല. So, your answer is B there. On to the next question. The sequence log A. Logarithm rule ഓർമ്മയുണ്ടല്ലോ? Logarithm of A by B is equal to logarithm of B. This is B by minus logarithm of A. Logarithm of A raised to N. That is equal to N logarithm of A. Now this is a series or the sequence here. Logarithm of A, first term. Next is logarithm of A cube minus logarithm of Y square. This is log A cube by Y square, comma. Logarithm of A raised to 5 minus logarithm of Y raised to 4, etc. So we can write this as logarithm of A. This is comma. What is this now? 3 logarithm of A minus 2 logarithm of Y, comma. 5 logarithm of A minus 4 logarithm of Y, etc. Well, okay. Now you have now see ഇത് നോക്കിക്കേ, ഈ സീരീസ് ഒന്ന് നോക്കിക്കേ. സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, അതായത് കോമൺ ഡിഫറൻസ് എത്രയാന്ന് പറയുമോ? 2 logarithm of A minus 2 logarithm of Y. ഈ 2 log A ഇതിനോടൊന്ന് ആഡ് ചെയ്തേ, 5 log A, correct. Minus 2 log Y add ചെയ്തേ, minus 4 log Y. So this is an arithmetic progression. എന്താ എൻ്റെ കണ്ടീഷൻ? Second term minus first term is equal to third term minus second term equal to son succeeding term minus preceding term. So this is an arithmetic progression. Your answer is A. We'll move on to the next. Another question. How many terms of the AP, this is the AP, are needed to give the sum minus 25? That means Sn is equal to minus 25. What's our A? A is equal to minus 6, first term. Common difference, that is second term minus 11 by 2 plus 6, minus 6. Oh, in the D, 12, 1 by 2. D is equal to. Now look at the formula. How many terms are needed? N in the value കണ്ടുപിടിക്കുക. All right. അപ്പോൾ ഇതിന്റെ ഫോർമുല പറഞ്ഞ് n by 2 into 2a plus n minus 1 into d. That's equal to minus 25. n by 2 we do not know. ഈ 2 വേണേ അപ്പർ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇവിടെ വെച്ച് തന്നെ. into 2a എന്ന് പറഞ്ഞാൽ minus 12 2 into minus 6 minus 12 plus n minus 1 by 2 d എന്ന് പറഞ്ഞാൽ 1 by 2 equal to minus 50 okay. അപ്പോൾ minus 12n plus 1 by 2 into n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, n square minus n equal to minus 50. നമ്മൾ ഇങ്ങോട്ട് നിന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് minus 24n plus n square minus n minus 100 equal to minus 100. ഇനി എല്ലാം ഇവിടെ ലെഫ്റ്റിൽ കൊണ്ടുവന്നേ, n square minus 25n plus 100 equal to 0. ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് this is n minus 20 into n minus 5 equal to 0. Therefore, n is equal to 20 or
n is equal to 5. ഇത് രണ്ടും ഇതിന്റെ ആൻസേഴ്സ് ആണ്. n is equal to 20 is the given answer here. Therefore, it is 20. ഇവിടുത്തെ ആൻസർ 20 ആണ്. n is equal to 5. അതുകൊണ്ട് അഡ്മിസിബിൾ ആൻസർ തന്നെയാണ്. അതിന്റെ റീസൺ കുഞ്ഞുങ്ങൾ നോക്കുക എന്തുകൊണ്ടാണ്. അത് തുടക്കത്തിൽ 5 ടൈം പിന്നെ കുറെ പോസിറ്റീവ് വരും. അതുകൊണ്ടാണ് 2 വാല്യൂസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. If the roots of the quadratic equation are equal. ക്വസ്റ്റ്യൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഞാൻ വായിക്കുന്ന പോലെ വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. മൊത്തം ലെഫ്റ്റ് റൈറ്റ് വായിച്ചാൽ മനസ്സിലാവില്ല. ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വായിക്കല്ലേ. ദ റൂട്ട്സ് ആർ ഈക്വൽ. എന്താ ഉടനെ നിങ്ങൾ പറയും കണ്ടീഷൻ b² - 4ac = 0. അതല്ല ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ b² - 4ac കണ്ടുപിടിക്കുക ഇച്ചിരി വിഷമമാണ്. What you have to do is this. You simply add up the coefficients of the quadratic equation. അതായത് b - c plus c - a plus a - b. നോക്കൂ 0. Sum of the coefficients 0 ആയി കഴിഞ്ഞാൽ ആദ്യം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. Sum of the coefficients 0 ആയി കഴിഞ്ഞാൽ one root is equal to 1 and the other root is equal to c by a. Constant divided by coefficient. That is alpha is equal to 1 and beta is equal to ആരെവിടെ c by a minus b divided by b minus c. ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 1 is equal to a minus b divided by b minus c. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യടോ. b minus c is equal to a minus b. നോക്കൂ second minus third equal to first minus second. അപ്പോൾ തന്നെ മനസ്സിലായി a, b, c are in AP. അല്ലെങ്കിൽ ABC APയിലാണ് കണ്ടീഷൻ പറഞ്ഞേ. എന്താ കണ്ടീഷൻ? twice b is equal to a plus c. Twice the middle is equal to first plus third. അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ 2b is equal to a plus c. Look at the way it is solved so easily. So the answer C is your answer, AP. Next question. Question 7. ഒന്ന് വായിച്ചേ. Alpha not equal to beta. Alpha and beta different ആണ്. And alpha square is equal to 5 alpha minus. അതേ റിലേഷൻ ആണ് ബീറ്റയിലും. ഇങ്ങനെ 2 റിലേഷൻ വന്നാൽ ഓർക്കുക ആൽഫ സ്ക്വയർ - 5 ആൽഫ + 3 = 0. സിമിലർലി ബീറ്റ സ്ക്വയർ - 5 ബീറ്റ + 3 = 0. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 2 റിലേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ്ലി ആൽഫ ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ്. അതാണ് എഴുതുന്നത് ആർ ദ റൂട്ട്സ് ഓഫ്. ഈ ആൽഫയ്ക്ക് വരെ എക്സിട്ട് x² - 5x + 3 = 0. Then you know sum of the roots alpha plus beta is equal to minus b by a. എന്താണ് ഇവിടെ minus b by a? That will be 5 divided by 1. And alpha beta is equal to c by a constant divided by coefficient of x². അപ്പോൾ 3 divided by 1. ഇനി what do you want? നിങ്ങൾക്ക് വേണ്ടത് we want the equation whose roots are alpha by beta and beta by alpha. അപ്പോൾ equation whose roots are alpha by beta equation പറഞ്ഞേ x² minus sum of the roots into x plus product of the roots is equal to 0. x² minus ആരാണ് ഇവിടെ sum of the roots? alpha by beta plus beta by alpha into x plus product of the roots നോക്കി alpha by beta into beta by alpha equal to 0. ഇത് 1 എന്ന് കിട്ടി. അപ്പോൾ you have to find out alpha by beta plus beta by alpha. എന്താണോ LCM കാണാൻ alpha square plus beta square by alpha beta. എന്താ alpha square plus beta squareന്റെ ഫോർമുല? alpha plus beta the whole square minus 2 alpha beta whole divided by alpha beta. ഇതെല്ലാം സാർ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ x² minus alpha plus beta the whole square പറഞ്ഞേ that will become 25 alpha plus beta whole square minus 2 times അപ്പോൾ 6 കണ്ടല്ലേ into x plus 1 equal to 0. Your answer 25 minus 6 is 19. x² minus 19x plus what there then 1. x², this is alpha by divided by alpha beta. Alpha beta നമ്മൾ ഇട്ടില്ല. എന്താ alpha beta? Divide by 3. alpha plus beta the whole square minus 2 alpha beta by alpha beta. ഇനി അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. You get 3x² minus 19x plus 3 is equal to 0. 3x² minus 19x plus 3 is equal to 0. എവിടെയാ നോക്കി 3x² minus 19x plus 3. So D is your answer. Well, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ക്വിക്കായിട്ട്. നോക്കൂ ഇതുവരെ ഞാൻ ഇപ്പം
സെറ്റ് തിയറി കഴിഞ്ഞു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ 7th കോംപ്ലക്സ് നമ്പറിലേക്ക് കടക്കാണ്. കോംപ്ലക്സ് നമ്പർ. If A and B are real numbers, right, A plus iota B is equal to 1 minus iota root 3 raised to 10. Then A and B are respectively. Okay, it's a very probable question. We are given A plus iota B equal to 1 minus iota root 3 the whole raised to 10. The method അറിയോ? ഇതിനെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓർ പോളാർ ഫോം ഓർ ട്രിഗണോമെട്രിക് ഫോം ആ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിലസ് ഫോം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം കേട്ടുകൊള്ളണം. ഈ കോംപ്ലക്സ് നമ്പർ ഇങ്ങോട്ട് മാറ്റി 1 മൈനസ് അയോട്ട റൂട്ട് 3 യു ടേക്ക്. ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞ് 1 മൈനസ് അയോട്ട റൂട്ട് 3യുടെ മോഡുലസ് പറഞ്ഞ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ. എത്ര കിട്ടി? 2. R എന്ന് നമ്മൾ പറയുന്നത് R. ഇനി what you do is this, you multiply and divide by 2. ഇതിനെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. റിമെമ്പർ ദാറ്റ് this is 2 into 1 by 2 minus iota root 3 by 2. എന്നിട്ട് ഈ ബ്രാക്കറ്റ് നോക്കുക, ഡബിൾ ബ്രാക്കറ്റ് the whole raised to 10. ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇത് നോക്കി, A into B the whole raised to n ആരാ? 2 raised to 10 into ഇത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ലേ, cos theta plus iota sin theta. ഏത് കോസ് ആണ് ഹാഫ് ആവുന്നത്? cos of 60 degree. That is cos of pi by 3 minus iota sin of pi by 3 the whole raised to 10. Whole raised to 10. Now what will you apply here? Apply de Moivre's theorem. That means this will become 2 raised to 10 into de Moivre's theorem. ഓർമ്മയുണ്ടല്ലോ എന്താ de Moivre's theorem? cos theta plus iota sin theta the whole raised to n is equal to cos of n theta plus iota sin of n theta. അതാണ് de Moivre's theorem. അപ്പോൾ ഈ എക്സ്പോണന്റിനെ ഈ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ cos of 10 into pi by 3 minus iota sin of 10 into pi by 3. Well, in a trigonometry, what is cos 10 pi by 3? 10 pi by 3, you will calculate it as what? 3 pi plus pi by 3. അല്ലേ? 9 pi plus. ഇപ്പോൾ 3 pi plus എന്ന് പറയുമ്പോൾ എവിടെയാണ് ക്വാഡ്രന്റ് വരുന്നത് അറിയാം? തേർഡ് ക്വാഡ്രന്റ്. ദിസ് ഇസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് കോസ് ആരാണ്? cos is negative. അപ്പോൾ cos pi by 3. അപ്പോൾ this will become 2 raised to 10 into cos pi minus cos pi by 3 minus 1 by 2 വരും. Minus iota into sin of 10 pi by 3. അത് 10 pi by 3 തേർഡ് ക്വാഡ്രന്റ്. സൈൻ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ മൈനസ് റൂട്ട് 3 by 2 എന്ന് വരും. ഓക്കെ, now ഈ 1 by 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ്. അതിനെ 2 കൊണ്ട് വിടാം. ദിസ് ഇസ് 512 ഇൻറ്റു ഇവിടെ എന്ത് വന്നു? -1. ഈ മൈനസോ മൈനസ് ആരാ? പ്ലസ് അയോട്ട എന്ന് വന്നു. അയോട്ട റൂട്ട് 3. ഈ 2 കട്ട് ചെയ്ത് പോയിട്ട്. സോ യു ഹാവ് മൈനസ് 512 പ്ലസ് അയോട്ട ഇൻറ്റു 512 റൂട്ട് 3. സോ ദിസ് ഈസ് യുവർ ബി. This is your A, equality of complex numbers. So A is equal to minus 512 and B is equal to 512 root 3. Your answer is C. Your answer is C. Clear ayo? Yes. Remember this. ഈ ടിപ്പ് മനസ്സിലാക്കി വെക്കുക. ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ R into cos theta plus iota sin theta വെച്ച് പോകണം. Right. On to the next. Question number 8. The principal value of the same technique, complex number, 1 minus iota root 3. ഇതിനെ എങ്ങനെ എഴുതണം? R into cos theta plus iota sin theta എന്ന് എഴുതണം. Okay. R is called the modulus. Theta is called amplitude or argument. The value of theta lying between minus pi and plus pi is called the principal value of the amplitude. നമ്മുടെ principal value എന്നാ ചോദിച്ചേക്കുന്നത്. അത് എപ്പോഴും minus pi to plus pi വരെ ആയിരിക്കണം. The same method. ഇതിന്റെ R എന്താന്ന് ഞാൻ പഠിപ്പിച്ചു. മോഡുലസ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു. മോഡുലസ് ഓഫ് Z എന്താണ് ഇവിടെ? റൂട്ട് ഓഫ് 1 plus 3 ദാറ്റ്സ് ഈക്വൽ ടു 2. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 by 2 എഴുതി. കോസ് ആണ്, ഇത് സൈൻ ആണ്. അപ്പൊ 2 into cos ഓഫ് എത്ര എഴുതി? pi by 3 മൈനസ് അയോട്ട സൈൻ ഓഫ് pi by 3. നോക്കൂ,
ഈ മൈനസ് ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് 2 ഇൻറ്റു മൈനസ് എന്ന് വെച്ചാൽ കോസ് ഓഫ് മൈനസ് തീറ്റ, അത് കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ എനിക്ക് കോസ് തീറ്റ എന്ന് എഴുതാം, കോസ് ഓഫ് മൈനസ് എഴുതാം. ഇവിടെ പ്ലസ് നിർബന്ധമായിട്ടും പ്ലസ് ആയിരിക്കണം. അയോട്ട സൈൻ ഓഫ് ആരാന്ന് പറഞ്ഞു -π/3. -π/3 എന്ന് പറഞ്ഞാൽ -60 ഡിഗ്രി. -60 degree lies between -180 and +180. So your theta will be equal to -π/3. So -π/3 is your answer. So your answer is B, -π/3. On to the next question. If sin A is equal to, now we move on to trigonometry, from complex number to trigonometry. Sin A is equal to n times sin B, n times sin B, then n minus 1 divided by n plus 1 into tan of A plus B by 2. Can you tell me how to solve? എങ്ങനെ ചെയ്യുന്നറിയോ? ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഓൾജിബ്ര, ട്രിഗണോമെട്രി, മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. n minus 1 by n plus 1 കണ്ടോ? ഒരു 99.99% it is component to dividend. Then you can easily solve this question. So what are we given? എന്താ നമുക്ക് തന്നത്? നമുക്ക് തന്നത് sin A equal to n into sin of B. ഇവിടെ തന്നിരിക്കുന്ന ആൻസർ, the question which is to be proved is n minus 1 divided by n plus 1. Take this sin A to sin B to the left side. Sin A by sin B equal to n. n എന്ന് പറഞ്ഞാൽ n by 1. Now if A by B is equal to C by D, then A plus B by A minus B is equal to C plus D by C minus D. That is called the component at dividend. അതായത് any order. That means you can take numerator. I take here, look, ഇവിടെ n minus 1 ആ, n ലാ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്ററിലേ തുടങ്ങുള്ളൂ. അതുകൊണ്ട് sin A plus sin B whole divided by sin A minus sin B. ഏതാ ഓർഡറിലാണ് ഞാൻ എടുത്തത്? ഇവിടെ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡില് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അതേ ഓർഡർ തന്നെ ആയിരിക്കണം. n plus 1 divided by n minus 1. എന്റെ ക്വസ്റ്റനിൽ n minus 1 ആ. അപ്പൊ ഞാൻ തിരിച്ചെടുക്കുന്ന നേരത്തെ കുറച്ചുകൂടെ നല്ലത് റെസിപ്രോക്കൽ. അപ്പൊ ഞാൻ അടുത്തതിൽ റെസിപ്രോക്കൽ അങ്ങ് എടുക്കുക. ഇനി ഏത് ഫോർമുല അപ്ലൈ ചെയ്യും? sin C plus sin D, sin C minus sin D. ഫോർമുല പറഞ്ഞേ, ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ ഓർക്കണമെന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 sin of A plus B by 2 into cos of A minus B by 2 divided by 2 sin of A minus B by 2 into cos of A plus B by 2 equal to n plus 1 divided by n minus 1. 2 cancel. Sorry. Sin theta by cos theta, tan theta. Theta എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞേ? Tan of A plus B by 2. Tan of A plus B by 2. Sin by cos. Cos by sin into cot of A minus B by 2 equal to n plus 1 divided by n minus 1. ഇനി കുഞ്ഞുങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. n minus 1 by n plus 1. ഇതിനെ നമുക്ക് ലെഫ്റ്റേക്ക് കൊണ്ടുവരാം. into tan of A plus B by 2. Yes, n minus 1 divided by n plus 1 into tan of A plus B by 2. ഇത് കൊണ്ടുവന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതിനെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുവരാം. കോട്ട് റൈറ്റിലേക്ക് പോയാൽ 1 by കോട്ട്. അപ്പൊ അതാരായി? tan of A minus B by 2. And that's your answer. Look at this. A question straight at answer ലേക്ക് കൊണ്ടു. tan of A minus B by 2. B is your answer. Remember this. Understand this method. ഈ മെത്തേഡ് നോക്കി വെക്കുക. ഞാൻ പറഞ്ഞ ടെക്നിക്കുകൾ ഓർക്കുക. On to the next. 10th question. The value of sin square 75 degree minus sin square 15 degree. 75 degree അറിയാവുന്നവർ കാണും അല്ലേ? 15 degree. എന്നാൽ അങ്ങനെയല്ല ഇതിന്റെ മെത്തേഡ്. Use this formula. Sin square A minus sin square B. എത്ര പേർക്ക് അറിയാം ഈ ഫോർമുല? ഇനി മറക്കരുത്. Sin of A plus B into sin of A minus B. Sin of A plus B into sin of A minus B, sin square A minus. What is your A? Your A is 75 degree. What is your B? B is 15 degree. So this question, sin square 75 degree
minus sine square 15 degree equal to sine of A plus B, 75 plus 15, 90 degree, into sine of A minus B, 75 minus 15, 60 degree, sine 90, 1, sine 60, root 3 by 2. Your answer, root 3 by 2. B is your answer. How many seconds I took? Right, count it. On to the next. എത്ര സെക്കൻഡ് എടുത്തു? അടുത്ത trigonometry. This is trigonometric equation. It's a very, very important equation. That is A sin x plus B cos x is equal to C. Do you remember? ഇതിന്റെ മാക്സിമം വാല്യൂ ചോദിക്കും. ഈ ലെഫ്റ്റ് സൈഡിന്റെ ഇതിന്റെ മിനിമം വാല്യൂ ചോദിക്കും. അപ്പോൾ ഇതിന്റെ മാക്സിമത്തിനും മിനിമത്തിനും ഇടയിലായിരിക്കണം. It has a solution. It has a solution. Solution. ഈ ഇക്വേഷൻ ഇതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഇക്വേഷൻ will have solution only if, remember, minus root of a square plus b square less than or equal to c less than or equal to root of a square plus b square. അതായത് ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ദ ലെഫ്റ്റ് സൈഡ്, ഇതാണ് മിനിമം വാല്യൂ ഓഫ് ദി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡ് എപ്പോഴും മാക്സിമത്തിന് മിനിമത്തിലായിരിക്കും. ലുക്ക് അറ്റ് ദിസ്. എന്താണോ ഇതിന്റെ അർത്ഥം? മോഡുലസ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ സി ഈസ് ലെസ് ദാൻ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഓർ സി ഈസ് ഗ്രേറ്റർ ദാൻ ഇവിടെ എഴുതാം സി ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് സി വിൽ നോട്ട് ലൈ ബിറ്റ്വീൻ ദീസ് ടു. അതിന്റെ ഇമ്മീഡിയറ്റ് ആൻസർ നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടാണെങ്കിൽ ഈ സിയുടെ വാല്യൂ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അതിന്റെ ഇടയിലല്ല, അതിന്റെ പുറത്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് there is no solution. Unique solution, infinite. So the answer is no solution. Right? It's very important one. Keep in mind. Next question, please. Now we move on to permutations and combinations. The number of ways of selecting 9 balls. All right. There is a bag from 6 red, 5 white, and 5 white and 5 white and 5 blue balls. Okay, 5 blue balls. No problem. So you have a bag. You have a bag. All right. This is the bag. Now there are 6 red ball, then 5 white ball, right? 5 white ball, and then 5 blue balls. Okay. Now you have to select 9 balls. 9 balls എടുക്കണം. ഇനി ആ റീസൺ ഒന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് പറഞ്ഞ എന്നോട് എന്താണ് എടുക്കേണ്ടതെന്ന്. 5 balls. If each selection എടുക്കുന്ന സെലക്ഷൻ ഓരോന്നിലും കൺസിസ്റ്റ് ഓഫ് 3 balls ഓഫ് ഈച്ച് കളർ. എൻ്റെ അർത്ഥം 3 ബോളുകൾ ഒരേ കളറിലായിരിക്കണം. ഇപ്പോൾ 3 into 3 9 ആയി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ this will become 3 red, 3 white and 3 blue balls. Well, tell me the selection. Number of selection will be, select 3 red from 6 red, 6C3, and means into or means plus, and into. Select 3 white from 5 white, that is 5C3, into, and 3 blue from, that is 5C3. 3 blue balls from. Answer 6C3, you know how to calculate. That will become 6 into 5 into 4 divided by 3 into 2 into 1, 6. This is 20. 5C3 is 5C2, that is 10. 5C3 is again 10. That's equal to 2000 is your answer. Look at this. Your 2000 answer, that is A. So remember this. Selection 5C3, this is the way to calculate rather than applying factorial. Now this is from binomial theorem. TR is the term independent of x. This is also called absolute term. Term independent of x is വേറൊരു പേരാണ് absolute term. A term independent of x in the expansion of this. നമ്മൾ സാധാരണ പഠിക്കുന്ന TR+1, R+1 ടേമാണ്. ഇവിടെ TR എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നോക്കിക്കൊള്ളണം TR എങ്ങനെയാണ് എഴുതുന്നതെന്ന്. I write TR. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് NCR-1. ഇതിൽ നിന്ന് ഒന്ന് കുറച്ചുകൊള്ളണം എപ്പോഴും.
ടി ആർ പ്ലസ് 1 നിങ്ങൾ പഠിച്ച NCR അല്ലേ? എന്നിട്ടോ ഫസ്റ്റ് റേസ് ടു നമുക്ക് എക്സിന്റെ ടേം ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ 0 ആയിരിക്കണം. അപ്പൊ എക്സ് മാത്രമേ സാർ എഴുതുന്നുള്ളൂ. അതിൽ 6 ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3/2നോ -1/3കോ 1/3കോ ഒരു ഇഫക്റ്റും ഇല്ല. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ദിസ് വിൽ ബി x² മാത്രമേ എടുക്കുന്നുള്ളൂ. കോൺസ്റ്റന്റ് ഐ ഡോണ്ട് ടേക്ക്. അപ്പൊ ഫസ്റ്റ് റേസ് ടു ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കണം എഴുതേണ്ടത്. That is n minus of r minus 1 into അടുത്തതിന് പറഞ്ഞ എക്സ് ഉള്ളത് 1/x ആ. മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല, ഒരു കോൺസ്റ്റന്റ് എടുക്കുന്നില്ല, എക്സ് മാത്രം. റേസ് ടു r minus 1. ഇനി നോക്കി എക്സിന്റെ മാത്രം പവർ എടുക്കുകയാണ്, എക്സ്പോണന്റ് മാത്രം എടുക്കുക. ഇത് നോക്കി a raised to m the whole raised. അപ്പൊ ഇത് x raised to x മാത്രം പറഞ്ഞ 2n 2 into n minus 2r plus 2. ഈ മൈനസ് ഓഫ് ആർ മൈനസ് പ്ലസ് 2. പിന്നെ ഈ എക്സിന്റെ പവർ മോളിൽ വരുമ്പോൾ മൈനസ് ആവും. അപ്പൊ അത് -r plus 1. മനസ്സിലായോ? 1/x raised to r minus 1 പറഞ്ഞാൽ x raised to minus of r minus 1 ആണ്. എന്ന് വെച്ചാൽ x raised to r minus r plus 1. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു a raised to m into. അപ്പോൾ ദിസ് എക്സ്പോണന്റ് ഷുഡ് ബി ഈക്വൽ ടു ആരായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി 0. എന്തുകൊണ്ട് 0? ടേം ഇൻഡിപെൻഡന്റ് ഓഫ് ദിസ്. അവിടെ n എന്ന് പറഞ്ഞ് n is 6. അപ്പൊ ഇവിടെ 12. n-ന്റെ വാല്യൂ 6 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു, ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പോണന്റ്. ഇനി ഇവിടെ 12. ഈ 2r ഇത് -3r. ഇവിടെ എത്രയാ? -3r. 2 + 1 എത്ര കിട്ടി? 3 ഈക്വൽ ടു 0. അതായത് 3 + 3 3r ഈക്വൽ ടു നോക്കൂ, n-ന്റെ വാല്യൂ 6 ആണ്. 2 into 6 12. ഈ -2r -r -3r. 2 + 1 + 3. അപ്പോൾ 3r is equal to 15. r is equal to 5. ദാ നിങ്ങളുടെ ആൻസർ കഴിഞ്ഞു. r is equal to 5. C is your answer. Right. We'll move on to the next. This also again it may be in binomial theorem or permutations combination. നിങ്ങൾക്ക് NCR-1 ബൈനോമിയൽ കോഎഫിഷ്യന്റ് ആണ്. NCR plus 1 ഈ 3 എണ്ണം തന്നാൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സെക്കൻഡ് ബൈ ഫസ്റ്റ്, തേർഡ് ബൈ സെക്കൻഡ് ഓർഡറിൽ എടുക്കണം. ഇതിന്റെ ഡിഫറൻസ്, സഫിക്സിന്റെ ഡിഫറൻസ് എല്ലാം ഇപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഫോർമുല ഓർമ്മയുണ്ടോ? NCR divided by NCR plus 1. ഇതിന്റെ ഫോർമുല ഓർത്ത് വെച്ചോളണം. r plus 1 ആണ് വലുത്. അപ്പോൾ r plus 1 divided by n minus r എന്ന് പറയും. ഇതിന്റെ സീക്രട്ട് ക്ലാസ്സുകളിൽ ഉള്ളവർ ശ്രദ്ധിക്കുക, അതിന്റെ സീക്രട്ട് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. NCR divided by NCR plus 1 എങ്ങനെ ഓർക്കണമെന്ന്. r plus 1 divided by ഇതിന്റെ ഡിഫറൻസ് n minus r. വെൽ, ഞാൻ ഈ സെക്കൻഡ് ബൈ NCR divided by NCR minus 1 84 divided by 36 and അടുത്തത് NCR plus 1 divided by NCR plus 1 divided by NCR equal to 126 divided by 84. You get two equations. രണ്ട് ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്യുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? r ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എലിമിനേറ്റ് യുവർ n എലിമിനേറ്റ് ചെയ്യുക. ഇതിന്റെ ഫോർമുല മനസ്സിലായോ? ഇത് r ആണ് വലുത്, താഴെ വന്നു. ഇത് n minus r plus 1. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, ഇത് 12 7s are 84, 12 3s are 36. 12 കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. ഇവിടെ 7 ആയി, ഇവിടെ 3 ആയി. ഇനി ഇവിടെ ആൻഡ് ഇത് അതുപോലെ തന്നെയാണ്. r ഞാൻ എഴുതിയതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ. അപ്പൊ ഇതിന്റെ r plus 1 will come down and this is n minus r. നോക്കി 42 into 2 ആണ് 84, 42 into 3 ആ. അപ്പോൾ ഇത് 3/2. ഇനി നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ലെറ്റ്സ് ക്രോസ് മൾട്ടിപ്ലൈ. 3n minus 3r plus 3 equal to 7r. നമുക്ക് r ആണ് വേണ്ടത്. റിമെമ്പർ 3n is equal to ഇത് അപ്പുറേ പോകുമ്പോൾ 10r minus 3. That's your 3n. And when you say this is 2n minus 2r equal to 3r plus 1. അപ്പോൾ നിങ്ങളുടെ 2n എന്ന് പറയുന്നത് ഇത് നോക്കൂ, ഇത് 3r പ്ലസ് കണ്ടോ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എഴുതി കണ്ടോ, 3r പ്ലസ് എന്താ വരണ്ടേ? 3. 2n മൈനസ് 2r 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3r പ്ലസ് 3 ഈക്വൽ ടു ഈ 2r അപ്പുറത്ത് പോട്ടെ. അപ്പോൾ 5r പ്ലസ് 3. അപ്പോൾ n കണ്ടുപിടിച്ചേ, ഡിവൈഡ് ബൈ 2. ആ n ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ഹിയർ. Substituting. On the substitute, this will become 3 into 5r plus 3 divided by 2 equal to 10r minus 3. 2 under multiply. 15r plus 9 equal to 20r minus 6.
ശരിയല്ലേ? ഇത് അപ്പുറത്തേക്ക് പോട്ടെ. 15 is equal to 5r. That means your r is equal to 3. You got your answer. R is equal to 3. Take out r is equal to 3. Your answer is C. See the way I solved this question. So remember that. On to the next question. The number of words. Now again permutation and combination. A dictionary ഓർത്ത് വെക്കുക, simplify and arrangement പറയാൻ പോവാ. Number of words which can be formed from the letters of the word zenith. Zenith. എന്താണ് അത്? Zenith. Z-E-N-I-T-H. Assuming that no letter is repeated. Fine. No repetition is allowed. Repetition illa. And if all letters are used, ella edukkem vedam. Okay. But the first letter is a vowel. Mottham nokkike 1, 2, 3, 4, 5, 6. So there are 6 into marks I put. First letter must be a vowel. Ivide vowel aayirikkanam. Arakya vowel? A, E, I, O, U. You have got how many? That is 2. അപ്പോൾ ഈ ഫസ്റ്റ് പ്ലേസിൽ എത്ര പേർക്കേ വരാൻ പാടുള്ളൂ? 2 പേർക്ക്. എന്നാൽ 2 പേര് വരുമോ? ഇല്ല, ഒരാളെ വരുള്ളൂ. ഇനി ബാക്കിയുള്ളത് എനിബഡി ക്യാൻ കം. ആർക്ക് വേണേലും വരാം. ആർക്ക് ബാക്കി എത്ര ഉണ്ട്? 5 ഫാക്ടോറിയൽ. യുവർ ആൻസർ 2 into 5 ഫാക്ടോറിയൽ. That is equal to 2 into 120. That's equal to 240. Your answer. That's the number of arrangements. Where is 240? That's D is your answer. Right. On to the next question. Now we move on to 2-dimensional geometry. The perpendicular bisector of the line segment. Perpendicular bisector of the line segment. Well, this is the line segment, right? Well, and perpendicular bisector എന്താ? Perpendicular ആയിരിക്കണം, midpoint-ലൂടെ pass ചെയ്യണം. That is called perpendicular bisector. So this is the perpendicular bisector of this segment. Midpoint-ലൂടെ pass ചെയ്യണം. ഇതിലൂടെ ഏതൊക്കെയാണ്? ഇതാണ് P. P is equal to 1,4. This is Q. Q is equal to K,3. And Y-intercept is 4. Okay. Y-intercept is 4. Well, not 4, -4. Now, ഇതിന്റെ midpoint പറഞ്ഞേ, ഇത് 90 degree ആയിരിക്കണം midpoint. M എന്ന് പറഞ്ഞാൽ x1 plus x2 by 2. അതായത് K plus 1 by 2, 7 by 2. അപ്പോൾ നമ്മുടെ ലൈൻ ഈ റെഡ് ലൈനാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇതിനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണം, പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. പിന്നെ എന്താ വേണ്ടേ? ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യു ഷുഡ് നോ ദ പോയിന്റ് ആസ് വെൽ ആസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻ ടേംസ് ഓഫ് കെ. ക്ലിയർ ആയോ? അതിന് എൻ്റെ സ്ലോപ്പ് ആണ്. എന്താ സ്ലോപ്പിന്റെ? അപ്പോൾ ഈ സ്ലോപ്പിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് പി ക്യൂ, അതായത് ഈ യെല്ലോ ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദ റെഡ് ലൈൻ. അത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ആർ എന്ന് വിളിക്കാം, ഈ ടോപ്പിന്. അപ്പോൾ RM, സ്ലോപ്പ് ഓഫ് RM ഷുഡ് ബി ഈക്വൽ ടു -1. നിങ്ങൾക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഇതിന്റെ സ്ലോപ്പ്? ഞാൻ M എന്ന് വിളിക്കട്ടെ. M ഈസ് എ സ്ലോപ്പ് ഓഫ് ദ റെഡ്. അപ്പോൾ M ഈസ് ഈക്വൽ ടു -1 ബൈ സ്ലോപ്പ് ഓഫ് PQ. PQയും ലൈനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പിന്റെ ഫോർമുല -1 ബൈ y2 minus y1, 3 minus 4 minus 1 by x2 minus x1 k minus 1. ഇത് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, മൈനസ് മൈനസ് പോയി ഇത് k minus 1. ഇനി സാറൊരു സീക്രട്ട് പറഞ്ഞു തരിക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇനി എന്താ നിങ്ങൾ കാണുന്നേ? നിങ്ങൾ ലൈൻ്റെ ഇക്വേഷൻ കാണും. പക്ഷെ ചോദിച്ചിരിക്കുന്ന y ഇന്റർസെപ്റ്റാ. y ഇന്റർസെപ്റ്റിന് ഒരു ഫോർമുല പറഞ്ഞു തരികയാണ്. That's always, let me raise it up. Okay. Y ഇന്റർസെപ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോളണം, y1 മൈനസ് m ഇൻറ്റു x1 ആയിരിക്കും. ഇതാണ് y ഇന്റർസെപ്റ്റിന്റെ ഫോർമുല. ഇനി മറക്കരുത്. y1 പറഞ്ഞ y കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്, അതാരാ? 7/2. ഒറ്റ സ്റ്റെപ്പിന് മൈനസ് m ആരാ കണ്ടുപിടിച്ചു? നമ്മൾ k minus 1 ആന്ന് പറഞ്ഞു. ഇൻറ്റു x കോർഡിനേറ്റ് എന്ന് പറഞ്ഞേ, ദിസ് ഈസ് k plus 1 divided by 2. x കോർഡിനേറ്റ് കണ്ടോ? ഈക്വൽ ടു ഇത് ആരാന്ന് ക്വസ്റ്റ്യനിൽ തന്നു? ക്വസ്റ്റ്യൻ -4. ദാറ്റ് ഈസ് -4. ക്ലിയർ ആയോ? യു ഗോട്ട് യുവർ ആൻസർ നൗ. സോ ദിസ് ഇംപ്ലൈസ് 7/2. ആരാടോ? k minus 1 into k plus 1 minus of k square minus 1/2 equal to -4. പുറത്ത് കൊണ്ടുപോവാ.
അപ്പോൾ 7/2 plus 4 equal to k square minus 1/2. ഇത് 8 plus 7/2 plus 4. 7/2. അപ്പോൾ ഇത് 8 plus 7, 15/2. That means k square minus 1/2 is equal to ഇത് 8 plus 15/2. കണ്ടോ? 2 cancel. അപ്പോൾ k square എന്ന് പറഞ്ഞാൽ ആരായി? 16. So your k is equal to plus or minus 4. Your answer k is equal to plus or minus 4 and you are given minus 4. Answer A. See the way it is solved. Well, next on the circles. 2x square plus circle in the equation കാണുമ്പോൾ always make sure that the coefficients of x square and y square unity. അതിനുശേഷമേ സർക്കിളിന്റെ ഇക്വേഷൻ ഉള്ളൂ. ഇവിടെ 2x square ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അങ്ങനെ ചെയ്യണം. 2 കട്ട് ചെയ്യാൻ പോവാ, കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്നു -3. അപ്പോൾ ഇവിടെ വരുന്നു 4. ഇവിടെ വന്നു k/2. അപ്പോൾ കുഞ്ഞുങ്ങളുടെ x square plus y square minus 3x plus 4y plus k/2 equal to 0. Points, it represents a point circle. എന്താണ് point circle-ന്റെ പ്രത്യേകത? Radius should be equal to 0. എന്താ റേഡിയസിന്റെ ഫോർമുല? root of g square plus f square minus c should be 0. റൂട്ട് 0 എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി g square, ഇത് 2g, ഇത് 2f, ഇത് c. Now you tell your answer so quickly. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? g square എന്ന് പറഞ്ഞാൽ -3/2 the whole square. f square ഇതിന്റെ പകുതി 2 the whole square minus c minus k/2 equal to 0. You got the value of your k. So this will become 9/4 plus 4 equal to k/2. It is 16 plus 25/4 equal to k/2. 2 cancel. You got your k is equal to 25/2. Your k is equal to 25/2. Look at this. C is your answer. Right. On to the next question. 18th one. So we are through almost. See, the locus of the point, read. ഇത് കേൾക്കൊള്ളണം. Locus of the point from which the length of the tangents to the two circles, these two circles are equal. അറിയോ അത് ആരാന്ന്? Length of the tangent എന്ന് കാണണ്ട. That is called the radical axis. എന്താണ് റാഡിക്കൽ ആക്സിസ്? അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഡെഫിനിഷൻ ഓർത്ത് വെച്ചോളണം. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അതേപ്പറ്റി. ഇക്വേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് സർക്കിൾ മൈനസ് ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് സർക്കിൾ. അതാണ് റാഡിക്കൽ ആക്സിസ്. Equation of the first circle at x square plus y square minus 4x plus 5y minus 2 equal to 0. That's your first circle. Second circle നോക്കൂ. x square plus y square plus 2x plus 3y plus 0 equal to 0. അവിടെ കോൺസ്റ്റന്റ് ഇല്ലാത്ത 0 എഴുതി. Subtracting. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. You subtract the equations of the two circles in such a way that the terms of x square and y square should get cancelled. അപ്പോൾ x squareും y squareന്റെ ടേം ക്യാൻസൽ ആവണം. അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സർക്കിൾ പറഞ്ഞാൽ x square plus y square ആയിരിക്കണം. അപ്പോൾ this to cancel, subtract ചെയ്തു. അപ്പോൾ -6x 5y plus 2y minus 2 equal to 0. കുഞ്ഞുങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യം ചെയ്യാം. ഒരു -3 കട്ട് ചെയ്യാം. അപ്പോൾ -3 കട്ട് ചെയ്താൽ you get what there then? -2 കട്ട് ചെയ്യാം. അപ്പോൾ 3x minus y plus 1 equal to 0. That is 3x minus y plus 1. Where is your answer? 3x minus y plus 1. B is your answer. 3x minus y plus 1. So 8. Well, we'll move on to the next question. Ready? The length of the x-intercept of the circle. Do you know what is the formula for the length of the x-intercept of the circle? This is the circle we have. എന്താണ് x-intercept? Your x-axis. It's the length of the intercept cut by the x-axis. Cut by the x-axis. ഇതിനെയാണ് x-intercept എന്ന് വിളിക്കുന്നത്. This length, ഇത് A ആണ്, ഇത് B ആണ്, ഇത് x-axis ആണ്. ഇതുപോലെ y-axisഉം. ഇതിന്റെ ഫോർമുല 2 × root of g square minus c. That's the x-intercept. നോക്കൂ,
Your equation is x square plus y square minus 6x plus 8 equal to 0. So your 2g is equal to minus 6. So g is equal to minus 3. Look, the x-intercept formula, x-intercept will be equal to 2 into root of g square, 9, minus c. c എന്ന് പറഞ്ഞാൽ c, 8. That's equal to 2 into root 1. That's equal to 2. Your length of the x-intercept is equal to 2. Got it? Similarly, length of the y-intercept. അതൊക്കെ കുഞ്ഞുങ്ങൾ പിന്നെ കണ്ടുപിടിച്ചോളണം. Well, on to the next. ഇനി ഇത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്ക് കടന്നു. ജോമെട്രി നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്കാണ് കടക്കുന്നത്. നോക്കൂ, ഫ്രം ദ ഫോളോയിങ് ദ വൺ വിച്ച് ഈസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. What is a mathematical statement? It's a statement which must have only one truth value. ഒരു സ്റ്റേറ്റ്മെന്റ് അതിന് ഒരേ ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. കേട്ടല്ലോ? അത് ഒന്നുകിൽ ട്രൂ മാത്രമായിരിക്കണം എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഫോൾസ് മാത്രമായിരിക്കണം എല്ലായ്പ്പോഴും. അപ്പോൾ നോക്കി, √3 is a prime number. √3 is a prime number. Prime number ആണ് √3? അല്ല, false ആണ്. Yes, it is a mathematical statement. √2 is irrational. True. That's correct. Mathematics is interesting. Mathematics is interesting for me and you. For somebody else sitting besides you, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റിംഗ് ആണോന്നുണ്ടോ? ഇല്ല. For some it is true, for some it is false. So this is not a mathematical statement. നമ്മൾ ചോദിക്കുന്നത് ഏതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So your answer will be what there? C. 5 is an even integer. That's a math. That is false. അപ്പോൾ ഇത് sometimes false. For somebody it is false. So for somebody it is true. Right? Well, that is it. Now on to the 21st one. The mode of a data. Now we come into the statistics part there then. This is measure of central tendency, measure of dispersion. You classify it. What is meant by mode? Mode is the observation which occurs most frequently. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിനെയാണ് എന്ത് വിളിക്കുന്നത്? മോഡ്. ദ നമ്പർ വിച്ച് occurs most frequently is called. Look, ഇവിടെ തന്നെ 7, 7, 7, 7. വേറെ ഒരാളും 4 പ്രാവശ്യം വരുന്നില്ല. മോഡ് is equal to 7. Answer. Median is the observation, middle observation when the observations are arranged in ascending or descending order. Mean നിങ്ങൾക്ക് കാണാൻ അറിയാം. We will move on to the next question. Look, alpha, beta, gamma, മൂന്നെണ്ണം. This is again what they are. It's a combination of theory of equations and matrices and determinants. Fine. See the question here. ആൽഫ ബീറ്റ 3 റൂട്ടുകളാണ് ഞാൻ തന്നിരിക്കുന്നത്. 3 റൂട്ട്. അപ്പോൾ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. എക്സ് ക്യൂബ്. ഈ തേർഡ് ഡിഗ്രി ഇക്വേഷൻ കാണുമ്പോൾ തന്നെ എക്സ് ക്യൂബ് പ്ലസ് വാട്ട് ഈസ് മിസ്സിംഗ്? എക്സ് സ്ക്വയർ ഈസ് മിസ്സിംഗ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു റൈറ്റ് 0x square plus px plus q equal to 0. Then the value of the determinant, I said delta. The determinant alpha, beta, gamma, alpha, gamma, alpha, beta. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കത് കാണാം. ലുക്ക്, ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഗാമ. ഇത് കാണുമ്പോൾ ഉടൻ പറഞ്ഞു ടു R1 plus R2 plus R3. R1 plus R2 എന്ത് കിട്ടുമോ? യു ഗെറ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. എന്നിട്ട് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ഇത് ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു യുവർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ഡിറ്റർമിനന്റ് വരും. ഇനി നോക്കൂ, തിയറി ഓഫ് ഇക്വേഷൻസിലാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് 0/1 ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയുടെ വാല്യൂ എന്താ? 0. 0 into a determinant. What's the value there then? 0. So 0 is your answer. Where is 0? D is your answer. Right. On to the next question then. Look, now we move on to 3-dimensional geometry. The line, this is a line, 3-dimensional geometry line. X minus 2 by 3 is equal to y minus 3 by 4 equal to this. Parallel to the plane. Kando? Line and plane ആവുമ്പോൾ condition just opposite a plane. Condition. This is a plane. All right. Now, there is a line parallel to it. There is a line parallel to it means it will be like this. For line the condition വരുമ്പോൾ നമ്മൾ എന്താ 3-dimensional geometry പറയുക?
we take the normal. Undo. Idana normal. This is normal. This is line. So line parallel to means normal will be perpendicular. That means n dot b equal to 0. B എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ആണ്, അതായത് 3, 4, 5. ശരിക്കും പറഞ്ഞാൽ 3i plus 4j plus 5k. ഇനി പ്ലെയിൻ എന്താന്ന് ചോദിച്ചാൽ ഏത് പ്ലെയിൻ ആണ്? ഓപ്ഷൻ നോക്കണം. കണ്ടോ, ഇത് മൊത്തം പോസിറ്റീവാ. ഈ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആ പ്ലെയിനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നിർബന്ധമായിട്ട് ഏതെങ്കിലും കുറച്ച് മൈനസ് ആവണം. നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിക്കേ, ഇത് പോസിറ്റീവ് എല്ലാം പോസിറ്റീവ്. ചെയ്യാതെ ആൻസർ പറഞ്ഞു എന്ന്. ഇനി എന്തായിട്ട് ഫോർമുല? a plus b plus c equal to 0. I always take a capital ABC for the DRs of the normal. ഈ നോർമലിന്റെ ഡയറക്ഷൻ റേഷ്യോസിനെയാണ് ഞാൻ ABC, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. ഇനി DRs of the line ആണ് ABC എന്ന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ A എടുത്ത് നോക്കിക്കേ, 3 into 2. ഫസ്റ്റ് ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്. പ്ലസ് 4 into 1. Plus 5 into minus 2. That's 0 alle nokkike. 6 plus 4 minus 10. Yes. So your answer is A. We'll move on to the next. Equation of the plane through the point and parallel to this. This is a plane. This is a plane that is parallel. And the parallel plane is same x, y, z direction. രണ്ട് പാരലൽ പ്ലെയിൻ 2 dimension geometry ലൈൻ ഓർത്ത് വെക്കുക. അപ്പോൾ എനി പ്ലെയിൻ പാരലൽ ടു ദ ഗിവൺ പ്ലെയിൻ, ഇതിപ്പോൾ 3x minus 5y plus 2z plus k equal to 0. ഇതാണ് റിക്വയർഡ് പ്ലെയിൻ. റിക്വയർഡ് പ്ലെയിൻ ഈസ് ദിസ്. ഇനി ഈ പ്ലെയിൻ ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ്. ക്വസ്റ്റ്യൻ വായിച്ചേ. അപ്പോൾ തന്നിരിക്കുന്ന പ്ലെയിനിന് പാരലൽ ആയിരിക്കണം, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യാൻ വേണം. Parallel plane equation കിട്ടാൻ same x, same y, same z plus a constant. അപ്പോൾ equation 1 is passing through which point? ഏത് പോയിന്റിലൂടെ? 1, 2, minus 3. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 3 into 1 minus 5 into 2 plus 2 into minus 3 plus k equal to 0. That is 3 minus 10 minus 6 plus k equal to 0. പറയടോ k യുടെ വാല്യൂ? K is equal to 13. Well, ഈ k ഒന്ന് മാറ്റിക്കേ, k യുടെ വാല്യൂ 13 ആക്കിക്കേ. This is 13. So the answer is 3x minus 5y plus 2z. 3x minus 5y plus 2z plus 13 equal to 0. Your answer. 3x minus 5y plus 2z plus 13. 3x minus 5y plus 2z. D is again your answer. It's a very important question. On to question number 25. The distance of the plane from the origin. The distance from x1, y1, z1. Modulus of substitute the point in the plane divided by root of a square plus b square plus c square. Origin ആയതുകൊണ്ട് the distance from the origin will be equal to modulus of d divided by root of a square plus b square plus c square. A, B, C here. So this is equal to modulus of minus 14 divided by, this is A, this is B, this is C, this is D. Divided by root of A square plus B square. 36 plus 9 plus 4. 49. So it comes up to be 14 divided by root 49. That is 7. The answer is 2. You have A as your answer. Well, on to the next question. The sides of, now this is again calculus, differential calculus, that is the application of derivatives. The sides of an equilateral triangle, the sides of an equilateral triangle is increased, are increased, sides only there then, so this is the equilateral triangle there. Increasing at a rate, what's the rate there? The rate is 2 centimeter. I say A is the side. Therefore, dA by dt is equal to 2 centimeter per second. The rate at which the area increases. What's area of an equilateral triangle? This is root 3 by 4 a square. Root 3 by 4 a square. Now differentiate with respect to time. That means d capital A by dt is equal to root 3 by 4 into derivative of a square and the 2a into dA by dt. 2a into. That means dA divided by dt is equal to
root 3 divided by 2 into a into dA by dt. ഞാൻ already എഴുതിയിട്ടുണ്ട് അവിടെ. That's also 2. This 2 and 2 cancel. It is a root 3 centimeter square per second. Now what do you want? The rate of increase of the area when the side is 10 centimeters means dA by dt at a is equal to 10. Answer, A 10 substitute you 10 root 3 centimeter square per second. Your answer, 10 root 3. C is your answer. On to the next question, 27. It's again differentiation. 2 raised to x plus 2 raised to y is equal to 2 raised to x plus y. 2 raised to x plus 2 raised to y equal to 2 raised to x plus y. X plus y. We want to find out dy by dx. So what do we do? Differentiate. Then എന്ത് ചെയ്യണം? Differentiate ചെയ്യുക. So differentiating both sides with respect to formula ഓർമ്മയുണ്ടല്ലോ, derivative of a raised to x എന്താ? A raised to x into log a. അപ്പോൾ this will be 2 raised to x into log 2 plus 2 raised to y into log 2 into dy by dx. Don't forget that. Okay. dy by dx. ഏത് term of y differentiate ചെയ്യുക with respect to x നമ്മൾ dy by dx. ഇവിടെയോ 2 raised to x plus y into log 2 into derivative of x plus y. അത് 1 plus dy by dx. Say my job is out. This is log 2, log 2, log 2 കട്ട് ചെയ്തു. ഇനി കുഞ്ഞുങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 2 raised to x ഇവിടെ ഓപ്പൺ ചെയ്താൽ മൈനസ് 2 raised to x plus y ഈക്വൽ ടു, ഇതിനെ ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ ഓൾറെഡി ദർ ഈസ് 2 raised to x plus y ഉണ്ട്. 2 raised to x plus y minus 2 raised to y into dy by dx. സിംപ്ലിഫിക്കേഷൻ ചെയ്തോളാം. ഈ ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് dy by dx ഇല്ലാത്തതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇത് a raised to m plus n അല്ലേ? സോ യു ക്യാൻ ടേക്ക് 2 raised to x കോമൺ. 1 minus 2 raised to y equal to, you can take the what there then 2 raised to y common. 2 raised to y into 2 raised to x minus 1 into dy by dx. Well, you calculate your dy by dx. dy by dx കണ്ടുപിടിച്ചേ. Therefore dy by dx is equal to, let's find out. Therefore dy by dx is equal to, അത് അവിടെ തന്നെ നിൽക്കട്ടെ, ഇതെല്ലാം ഇങ്ങനെ ലെഫ്റ്റിൽ കൊണ്ടുവന്നേ. 2 raised to x into 1 minus 2 raised to y divided by 2 raised to y into 2 raised to x minus 1. A raised to m by a raised to nara 2 raised to x minus y into what is, they have taken 2 raised to y minus 1 there. അപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റിയാൽ ഇത് തിരിച്ചു വരണം. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇത് 2 raised to y minus 1 divided by 1 minus 2 raised to x. Okay, there is an answer. 2 raised to x minus y into 2 raised to y minus 1 by, ഇവിടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തിരിയും. അതേ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, ഇതിന് ഒരുപാട് ഫോംസ് ഓഫ് ആൻസേഴ്സ് ഉണ്ട്, അതുകൂടി കണ്ടുപിടിക്കുക. ഓക്കെ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് പറഞ്ഞേക്കുന്നത്. We will move on to the next. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. This is another very probable question, keep in mind. The normal to the curve x is equal to a into cos theta plus theta sin theta and y is equal to a into sin theta minus theta cos theta such that a is a constant. A is a constant and the normal is always at a constant distance from the origin. ഇത് ചിലതൊക്കെ മനസ്സിൽ കരുതി വെക്കണം. എങ്ങനെയാ അത് കണ്ടുപിടിക്കുന്നത് അറിയോ? നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒറ്റ സ്റ്റെപ്പിൽ നോർമൽ ഇക്വേഷൻ പറയാമോ? y minus y1 is equal to minus dx by dy into x minus x1. ഈ ഒരൊറ്റ ഫോർമുല അപ്ലൈ ചെയ്യുക. y minus y1 is equal to minus dx by dy. നോർമലൊക്കെ അറിയാം, ടാൻജന്റ് അത് എക്സ്പ്ലനേഷൻ ഇല്ല. അതുകൊണ്ട് y മൈനസ് ആരാണ് y1? ദാറ്റ് ഈസ് a sin theta a into, അപ്പൊ ഞാനിത് അങ്ങ് ഓപ്പൺ ചെയ്യാം. മൈനസ് a sin theta പ്ലസ് a theta cos theta. അതാണ് y മൈനസ് y1. ദിസ് ഈസ് കോൾഡ് y1. y ആണ് പറഞ്ഞേക്കുന്നത്. y1 ഈക്വൽ ടു മൈനസ് dx by dy, പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ. എന്താണ് മൈനസ് dx by dy? dx by d theta divided by dy by d theta. അപ്പൊ മൈനസ് ഞാൻ ഇവിടെ എഴുതി, dx by d theta ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ദാറ്റ് ഈസ് a into ബ്രാക്കറ്റിൽ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡെറിവേറ്റീവ് തീറ്റ സൈൻ തീറ്റ. യു ഷുഡ് അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂൾ ഒന്ന് പറഞ്ഞേ. തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി dy by d തീറ്റ അത് a ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഈ മൈനസ് തീറ്റ കോസ് തീറ്റ പ്രോഡക്റ്റ് റൂൾ വീണ്ടും അപ്ലൈ ചെയ്യണം.
അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? മൈനസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ, അത് പ്ലസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. പിന്നെ മൈനസ് കോസ് തീറ്റ വരും. അതാണ് സ്ലോപ്പ്. ഇൻറ്റു എക്സ് മൈനസ് x1. x1 ആരാ പറഞ്ഞത്? എക്സ് മൈനസ് എ കോസ് തീറ്റ മൈനസ് എ തീറ്റ സൈൻ തീറ്റ. നോക്കൂ, എ കട്ട് ചെയ്ത് പോയി, ഇവിടുന്ന് മൈനസ് സൈൻ തീറ്റ കട്ട് ചെയ്തു, കോസ് തീറ്റ കട്ട് ചെയ്തു, മൈനസ് കോസ് തീറ്റ കട്ട് ചെയ്തു. അപ്പോൾ തീറ്റ കോസ് തീറ്റ ബൈ ഇത് രണ്ട് കട്ടായി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് അറിയോ? y മൈനസ് എ സൈൻ തീറ്റ പ്ലസ് എ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അവിടെ നിന്ന് കോട്ട് തീറ്റ എന്ന് ധൃതി വെച്ച് എഴുതി കളയരുത്. എക്സ് മൈനസ് എ കോസ് തീറ്റ മൈനസ് എ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടി. ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇനി സൈൻ തീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് y സൈൻ തീറ്റ മൈനസ് എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് എക്സ് കോസ് തീറ്റ പ്ലസ് എ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ലുക്ക് അറ്റ് ദിസ്. A theta sin theta cos theta, A theta sin theta cos theta there. That is cancelled, and E minus A square എപ്പുറത്തേക്ക് കൊണ്ടുപോയി A cos square theta ആയിക്ക് ഈ മൈനസ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ x cos theta plus y sin theta equal to A into sin square theta plus cos square theta. What is sin square theta plus cos square theta? This. ഓർക്കുന്നുണ്ടോ ഇത്? x cos theta plus y sin theta equal to p അല്ലെങ്കിൽ a. ഇവിടെ a ആണ്. അപ്പോൾ this is a straight line. ഏത് ഫോമാ? നോർമൽ ഫോം. That's a straight line which is always at a distance a from the origin. അതാണ് ഈ ആൻസർ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തു. That's a proof also. Right? That's a way to solve the question. On to the next. Now we go on to integral calculus. Now integral e raised to x into 1 plus sin x by 1 plus cos x. കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. എപ്പോഴും ഒരു ഇന്റഗ്രേഷൻ ഫോർമുല കിട്ടിയാൽ e raised to x ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് e raised to x into fx plus f dash x. എന്താ അതിന്റെ ഫോർമുല? ഇന്റഗ്രൽ e raised to x into f of x plus f dash x എന്ന് പറഞ്ഞാൽ that is dx equal to always e raised to x into f of x plus c. That's the answer. അപ്പോൾ ഞാനിവിടെ e raised to x into ഈ sin x ന്റെ ഫോർമുല 2 sin x by 2 into cos x by 2. Ready? By 1 plus cos x in the formula, trigonometry formula refer ചെയ്യുക. 2 cos square x by 2. 2 cos square x by 2. ഇനി ഇവിടെ നോക്കി, ഇവിടെ dx ഒക്കെ ഉണ്ട്, അത് ഞാൻ എഴുതുന്നില്ല. This is equal to integral e raised to x into ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. 1 by 2 sec square x by 2. എവിടെ നിന്ന് കിട്ടി? 1 divided by denominator. 1 by 2 into sec square plus. ഇനി ഏത് ഫോർമുല? എ പ്ലസ് ബി ബൈ സി എന്ന് പറഞ്ഞ് എ ബൈ സി പ്ലസ് ബി ബൈ സി ആണ്. അതുകൊണ്ട് ഇനി ഇവിടെ അപ്ലൈ ചെയ്ത കോസ് കട്ട് ചെയ്ത് പോയി, 2 കട്ട് ചെയ്ത് പോയി, ടാൻ എക്സ് ബൈ 2 എന്ന് പറഞ്ഞു. നോക്കൂ, ദിസ് ഈസ് കോൾഡ് യുവർ എഫ് ഓഫ് എക്സ്. ടാൻ എക്സ് ബൈ 2 അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? ഇതാണ് എഫ് ഡാഷ് എക്സ്. ലുക്ക് അറ്റ് ദ ഫോർമുല ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. എന്താ ഫോർമുല? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതാരാണ്? ടാൻ എക്സ് ബൈ 2 പ്ലസ് സി. So your answer e raised to x into tan x by 2 plus c. Your answer is B. On to the next. The value of, now this is 0 integral 0 to pi by 2 logarithm of sin x dx. ഓർത്ത് വെച്ചോളണം ഇതിന്റെ ഫോർമുല. ഇത് ഞാൻ ഇപ്പോൾ ഡെറിവേഷൻ അല്ല, ഇത് ലെങ്ത് ഡെറിവേഷൻ ആണ്. ഇത് മൈനസ് പൈ ബൈ 2 ലോഗ് 2 എന്ന് പറയും, അല്ലെങ്കിൽ പ്ലസ് പൈ ബൈ 2 ലോഗരിതം ഓഫ് ഹാഫ് എന്ന് പറയും. ഇത് തന്നെയാണ് ഇന്റഗ്രൽ 0 to pi by 2 ലോഗരിതം ഓഫ് കോസ് എക്സ് ഓൾസോ. ഇത് രണ്ട് ക്വസ്റ്റ്യനും ഓർത്ത് വെച്ചോളണം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അറിഞ്ഞിരിക്കണ്ടേ. മൈനസ് പൈ ബൈ 2 ലോഗ് 2. Okay, what is minus pi by 2 log 2 here? D is your answer. Derivation. On to the next. This is integral minus pi by 2 to plus pi by 2 x cube plus x into cos x plus tan raised to 5x plus 1 dx. Look at this interesting one. The moment എപ്പോഴും നിങ്ങൾക്ക് ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ വന്ന യു ചെക്ക് ഫോർ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. സോ ദിസ് എക്സ് ക്യൂബ് ഓഡ് ഫംഗ്ഷൻ മൈനസ് എ ടു പ്ലസ് എ എന്താ എൻ്റെ ആൻസർ? ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 0. അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷൻ ചെയ്യണ്ട.
x എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻ ഓഡ്. അപ്പോൾ ഇതും ചെയ്യണ്ട. tan is an odd function, tan raised to odd number, that's also an odd function. അപ്പോൾ this part, ഇത്രയും പാർട്ട് 0 ആയി. അപ്പോൾ this question is integral minus pi by 2 to plus pi by 2 0 plus 1 dx എന്നാണ്. ഒരു കോൺസ്റ്റന്റിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താ? കോൺസ്റ്റന്റ് ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ കോൺസ്റ്റന്റ് ആരാ? 1. അപ്പർ ലിമിറ്റ് is pi by 2 minus pi by 2. Pi by 2 plus pi by 2. Pi is your answer. Where is it? That is C is your answer. Okay, we move on. Greatest integer function ആണ്, that is integral 0.5 to 4 for integral part of x plus integral part of x dx plus integral minus 1 to 1 modulus x dx. ഇനി ഇതൊരു സീക്രട്ട് പറഞ്ഞുതരിക, ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് ഇന്റഗ്രൽ 0 to 4 1 to 4 ആയാൽ ഒറ്റ ആൻസർ ആണ് അത്. 4 into 3 divided by 2. അതായത് n into n minus 1 by 2 എന്ന് ഓർത്ത് വെച്ചോളണം. ഇന്റഗ്രൽ 0 to n അല്ലെങ്കിൽ ഇന്റഗ്രൽ 1 to n ഗ്രേറ്റസ്റ്റ് ഇന്റജർ x ആണ് ഈ പറഞ്ഞത്. പ്ലസ് ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, മോഡുലസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. അത് 2 times ആണ്. 2 times ഇന്റഗ്രൽ 0 to 1 ആരാന്ന് പറഞ്ഞേ? സിംപ്ലി എക്സ് ഡി എക്സ്. 0 to 1 മോഡുലസ് എക്സ് എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി 6 പ്ലസ് ഇതിന്റെ ആൻസർ അറിയാം എല്ലാവർക്കും, എക്സ് സ്ക്വയർ ബൈ 2 വിതിൻ ദ ലിമിറ്റ് 0 to 1. ദാറ്റ് ഈസ് 6 into 6 plus 2 into എന്താണിത്? അപ്പർ ലിമിറ്റ് 1 by 2 minus 0. ദാറ്റ് ഈസ് 6 plus 1, that's equal to 7. Look at this. C is again your answer. It's another very important one. 2 questions we solved in one. Right. On to the next. 33. A coin is tossed 4 times. Or a coin. Probability. We move on to probability. The chance that the head and tail occur alternately. Show alternately. അപ്പോൾ required probability എന്ന് പറഞ്ഞേ, probability of head ഉം tail ഉം alternate ആയിരിക്കണം. എത്ര പ്രാവശ്യം? 4 times. Head, tail, head, tail. 4 എണ്ണായി. ഇതേ ഉള്ളോ? അല്ല. ഓർ ഞാൻ ഇവിടെ തന്നെ എഴുതുക, ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ്. അത്രേ ഉള്ളൂ. എത്ര ടൈംസ്? 2 times. Now 2 into ഇതാണ് ഈ 2 ടോപ്പും മുകളിലും. ഈ പ്രോബബിലിറ്റി ഹെഡ് ആരാ? 1/2. ടെയിൽ ആരാ? 1/2. 1/2 into 1/2 into 1/2 into 1/2. 4 പ്രാവശ്യം 1/2. ഒരു 2 കട്ട് ചെയ്തു. ആൻസർ 1/8. So where is 1/8? A is your answer. Well, we move on to the next. A and B, this is a theory question. A and B are even such that probability of A is positive. All right. PB not equal to 0. Then what is P? A bar given B bar. Probability, a conditional probability. A bar given B bar. A bar given. What is probability of A intersection B formula? It is probability of A bar intersection B bar divided by probability of B bar. Okay. Probability of B bar answer ആകാം. Okay. നീ എന്താണ് ഈ എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ? സെറ്റ് തിയറി. ഏത്? ഡിമോർഗൻസ് ലോ. എന്താണ് ഡിമോർഗൻസ് ലോ? പ്രോബബിലിറ്റി ഓഫ് ദിസ് വിൽ ബി എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ. അതെന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ ബാർ. ഇതിന്റെ മീനിങ് അറിയോ കുട്ടികൾക്ക്? നൈദർ എ നോർ ബി. ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് അതാണ്. നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ആണ്. നൈദർ എ നോർ ബി. അത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ യൂണിയൻ ബി ഹോൾ ബാർ. ഹോൾ ബാർ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ബാർ. ഓക്കെ. ഇപ്പോൾ ഹോൾ ബാർ വന്നാൽ അത് 1 മൈനസ് ആണ്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ആരായിരിക്കണം? ബാർ അങ്ങ് മാറ്റണം. ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ബാർ. ലുക്ക് അറ്റ് ദിസ് ആൻസർ A. 1 minus P A union B by P B bar. Right. That's also a good question. Keep in mind. ഇനി വീണ്ടും ജോമെട്രിയിലേക്ക് വന്ന് an angle between the lines. Angle between the lines in the formula എന്താ? tan theta is equal to modulus of m1 minus m2 divided by 1 plus m1 m2. Right. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞ സ്ലോപ്പ് m is equal to 1/2. സ്ലോപ്പ് ആണ് ഫോർമുല അറിയാലോ. മൈനസ് കോഎഫിഷ്യന്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അല്ലെ y is equal to mx എന്ന് പറഞ്ഞ് എഴുതി നോക്കുക. അടുത്ത m1 m2 എന്ന് പറഞ്ഞ രണ്ടാമത്തത് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ അത് ദിസ് ഈസ് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? m1 എന്താ കിട്ടുന്നത്? m1 is equal to 2.
ഇവിടെ y is equal to minus 1 by 2. Very interesting. M1 into M2 is equal to immediately 2 into minus 1 by 2. That is minus 1. That means they are perpendicular. So your answer, angle theta is equal to what there? 90 degree or pi by 2 radians. Right? 90 degree, your answer. On to the next question. This is also a very probable question. L has intercepts when this. Okay. This is x-axis, all right. Now this is y-axis, all right. Now there is a line. Let me take this line. This line, this is the line. Now what we do is this. This axes are rotated. Axes are rotated. But ഞാൻ axis ഒന്നുകൂടെ വരയ്ക്കാം. Axes are rotated. അപ്പോൾ ഈ axis ഇങ്ങനെ പോകും. അതാണ് പുതിയ axis പുതിയത്. This. ഇതാണെങ്കിൽ ഇതും അതിൽ വരും. Okay, axis. ഇത് old x, old y. ഇതാണ് new x, new y. ഇതാണ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒറിജിൻ മാറിയോ? ഇല്ല. ലൈൻ മാറിയോ? ഇല്ല. അപ്പോൾ പെർപെൻഡിക്കുലർ distance from origin in both cases will be same. Both cases will be same. Same means equal. Perpendicular distance അറിയാലോ, ഈ equation of the line ഓർമ്മയുണ്ടോ? x by a plus y by b equal to 1. അടുത്ത ഇതിന്റെ ലൈൻ, ഇതിനെ വെച്ചുകൊണ്ട് ലൈൻ എന്താ പറയുന്നത്? x by p plus y by q is equal to 1. Perpendicular distance ഫോർമുല എന്ന് ഞാൻ പറഞ്ഞു 3D-യിൽ. അപ്പോൾ ഇത് 1 divided by, so 1 divided by 1 by a square plus 1 divided by 1 by a square. See, റിസൾട്ട് എടുക്കുകയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1 by a square plus 1 by b square equal to 1 by p square plus 1 by q square. കാരണം 1 divided by 1 by a square plus 1 by b square equal to 1 divided by 1 by p square plus 1 by q square. രണ്ടിടത്തും 1 by റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടി. ഇത് ഓർത്ത് വെച്ചോളണം. പ്ലെയിൻ ഇൻ 3-dimensional ജോമെട്രിയിലും ചോദിക്കാം. വേർ ഈസ് ഇറ്റ്? 1 by a square plus 1 by b square equal to 1 by p square plus 1 by q square. Okay, we'll move on to the next. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. A point on the line y is equal to x. Okay, a point on the line y is equal to x. Y is equal to x അറിയാലോ. That's the bisector of the first and third quadrant. ഇതാണ് y is equal to x. Y is equal to x. Y is equal to x. This is the line. Distance from the origin. Okay. Parametric form apply ചെയ്യണം കേട്ടോ. ഇത്ര വായിക്കുമ്പോൾ origin എത്ര യൂണിറ്റ് ആവേണ്ടതെന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെയും വരാം, അത് 2 യൂണിറ്റ് ഇങ്ങോട്ടും വരാം, ഈ ലൈൻ്റെ ഇങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ y is equal to x എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് is equal to 1. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ പൈ ബൈ 4. ഇതിനെയാണ് നമ്മൾ തീറ്റ പറയുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ പറയാണ്. പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ x1 പ്ലസ് ഓർ മൈനസ് ആർ കോസ് തീറ്റ, y1 പ്ലസ് ഓർ മൈനസ് ആർ സൈൻ തീറ്റ. ഇപ്പൊ തീറ്റ പൈ ബൈ 4 ആയാൽ കോസ് തീറ്റയുടെ വാല്യൂ കുട്ടികൾക്ക് അറിയാം, ഈക്വൽ ടു 1/√2. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ തീറ്റ, ദാറ്റ്സ് ഓൾസോ 1/√2. നമ്മുടെ x1 y1 എന്ന് പറഞ്ഞാൽ ഇത് 0 0. ഈ 0 ഇതിൽ നിന്നാണ് അങ്ങോട്ട് പോകണ്ടേ, ഇങ്ങോട്ടും പോകണ്ടേ. അപ്പോൾ x1, y1 ഈ ലെങ്ത് ആണ് r എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞ പോയിന്റ് 0 പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 1/√2 കോസ് തീറ്റ, 0 പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 1/√2. റൈറ്റ്. അപ്പോൾ ഇവിടെ റൂട്ട് കട്ട് ചെയ്ത് പ്ലസ് ഓർ മൈനസ് √2, പ്ലസ് ഓർ മൈനസ് √2 കണക്ട് ചെയ്തേ. √2, √2, യെസ്. -√2, -√2, യെസ്. അത് തന്നിട്ടില്ല, അതുകൊണ്ട് D is the answer. On to the next. The eccentricity of the hyperbola. ഇതെന്ത് ഹൈപ്പർബോളയാ? വെർട്ടിക്കൽ ഹൈപ്പർബോള. ഇങ്ങനെയുള്ള ഇവിടെ വന്നേക്കുന്നത് വെർട്ടിക്കൽ ഹൈപ്പർബോള. അതിന്റെ എക്സെൻട്രിസിറ്റി ഓർമ്മയുണ്ടോ? ഞാൻ സാധാരണ പറയും റൂട്ട് ഓഫ് ബിഗ് പ്ലസ് സ്മോൾ ഡിവൈഡ് ബൈ ബിഗ്. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് ബിഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് 9 + 27 ഡിവൈഡ് ബൈ 9. ലുക്ക് അറ്റ് ദിസ്. 9 + 27 ഡിവൈഡ് ബൈ 9 എത്രയാണോ? 36. റൂട്ട് ഓഫ് 36 by 9. ഓക്കെ, അതായത് 6 ഡിവൈഡ് ബൈ 3, ദാറ്റ്സ് ഈക്വൽ ടു 2. യുവർ എക്സെൻട്രിസിറ്റി ഈസ് 2. That is all. On to the next one. 39. So this is the equation of the circle with this and touching the y axis. Okay. Equation of the circle
ടച്ചിങ് ദി എക്സ് ആക്സിസ് നോക്കണം. അപ്പോൾ ഓർത്ത് വെച്ചാണ് ജോമെട്രിയിൽ ഒരു പ്രത്യേകതയുണ്ട്. പേര് പറയുന്ന വേരിയബിളിലായിരിക്കും, ഓപ്പോസിറ്റ് വേരിയബിളിലായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷന് വരുമ്പോൾ നോക്കുക. അപ്പോൾ ദർ വിൽ ബി എ സർക്കിൾ ലൈക്ക് ടച്ചിങ് ദി വൈ ആക്സിസ്, ടച്ചിങ് ദി വൈ ആക്സിസ്. അപ്പോൾ ഇതെന്താ പറഞ്ഞ കോൺസെൻട്രിക്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞു കോൺസെൻട്രിക്. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെയിം സെൻറ്ററാ. സെയിം സെൻറ്റർ, ഇതിന്റെ സെൻറ്റർ എന്ന് പറഞ്ഞേ ഓപ്പോസിറ്റ് സൈൻ ഹാഫ് ഓഫ് ഇറ്റ്, ഓപ്പോസിറ്റ് സൈൻ ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ പോയിന്റ് ആണ് 2,3. ഇത് മനസ്സിലായോ? ഇത് 2G, ഇത് 2F. സെന്ററിന്റെ ഫോർമുല -G, -F. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, പകുതി പറയുക, 2, 3. കണ്ടോ? ഇതിനെ ടച്ച് ചെയ്താൽ ഇതിനെന്താ വിളിക്കുന്ന പേര്? റേഡിയസ്. അപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് വന്നാൽ ഇത് റേഡിയസാ. ഇതിനാണ് എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് ആരാന്ന് പറഞ്ഞേ? R = ഇപ്പൊ ഏതൊരു സർക്കിള് വൈ ആക്സിസിനെ ടച്ച് ചെയ്താൽ റേഡിയസ് വിൽ ബി എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ R = 2 ആ. സെന്ററും അറിയാം, റേഡിയസ് അറിയാം. ഇനി എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? x - 2 the whole square plus y - 3 the whole square equal to 2 square. Simplify it. You get x square plus y square minus 4x minus 6y. ഇവിടെ +4 റൈറ്റ് സൈഡിലെ പോയി, +9 = 0. Your answer. x square plus y square minus 4x minus 6y plus 9. So C is your answer. And we move on to the last question, 40th one. This function fx is the function satisfies Rolle's theorem. You know, it should be continuous and differentiable. Okay, fa is equal to fb. കാരണം f0 എന്ന് പറഞ്ഞാൽ എത്രയാ? 0. f of -3 എന്ന് പറഞ്ഞാൽ അതും ആര് തന്നെയാ? 0. അപ്പൊ എന്താണ്? f' x is equal to 0. അതാണ് റോൾസ് തിയറം, ബൈ റോൾസ് തിയറം. ഇത് പോളിനോമിയൽ വിത്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. f' x 0. f' പറഞ്ഞ് ഹൗ ഡു വി കാൽക്കുലേറ്റ് f'? സോ f' പറയാൻ പോവാ. ഇതിനെ ഞാൻ x² + 3x എന്ന് അങ്ങോട്ട് ഇടും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു x² + 3x ഇൻറ്റു derivative of the second e⁻⁻x into -half derivative plus second into e⁻⁻x/2 into derivative of the first 2x + 3 equal to 0. നോക്കൂ, ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ 0 ആവില്ല, ഔട്ടായി. അപ്പോൾ ഇനി എന്ത് ചെയ്തു? ഇത് -(x² + 3x/2 plus 2x + 3 equal to 0. Or the 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, -(x²) - 3x plus 4x plus 6 is equal to 0. ഇനി കുട്ടികളൊന്ന് നോക്കിക്കേ, ഇത് x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഇവിടെ +x ആ. x² - x - 6 is equal to 0. എന്താണോ ഇതിന്റെ ആൻസർ? ഇത് വരുമ്പോൾ x - 3 into x + 2 equal to 0 അല്ലേ? അപ്പോൾ x = 3, x = -2. Take only that value which lies in the interval. എന്താ ഇവിടുത്തെ ഇന്റർവൽ? -3 to 0. ഈ -3 to 0 ആരാ ഉള്ളത്? -2. So it is -2. Your value, the value of C is -2. So C is equal to -2. With this, we come to the end of this discussion. So I wish you all the best. ഇത് പഠിപ്പിച്ചെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇനി കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക്. Till then, bye. Hi students, good evening all. Welcome to the physics paper discussion. അപ്പോൾ നമ്മളിതിൽ ഫിസിക്സ് ഫുൾ ടോപ്പിക്ക് 25 ക്വസ്റ്റ്യൻ കീമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഏരിയാസ് ചെയ്യുന്നു. നമ്മൾ മുൻ വർഷത്തെ ചോദ്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് കീമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. എസ്പെഷ്യലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏരിയാസ് ഓരോ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലെ ഏത് ഏരിയാസിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. അപ്പം നമ്മൾ ടൈം അധികം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ്ലി ക്വസ്റ്റിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ കണ്ടക്ടർ ആർ ആസ് മെഷേർഡ് ആസ്. അപ്പോൾ ഒരു കണ്ടക്ടറിനകത്തെ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു, ഇപ്പോൾ അവർ തന്നിരിക്കുന്നത് 100 ± 4 എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് മനസ്സിലായി?
വോൾട്ടേജിലെ എറർ ഡെൽറ്റ വി 4 ആണെന്നും ട്രൂ വാല്യൂ വി 100 ആണെന്നും മനസ്സിലായി. അതേപോലെ കറണ്ടിൻ്റെ തന്നിട്ടുണ്ട്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു അവർ പറഞ്ഞിരിക്കുന്നത് 5 ± 0.2 ആംബിയർ ആണ് കറണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കറണ്ടിനകത്തെ എറർ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു 0.2 ആംബിയറും കറണ്ടിൻ്റെ ട്രൂ വാല്യൂ 5 ആണ്. നമ്മുടെ ചോദ്യം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിനകത്ത് എത്ര എറർ വരുമെന്നാണ് നമ്മുടെ ചോദ്യം. സോ ആർ നമുക്കറിയാം, ആർ ഈസ് ഈക്വൽ ടു വി ബൈ എൽ ഐ അല്ലേ മക്കളെ. സോ ദെയർ ഫോർ അതിനകത്ത് ഡെൽറ്റ ആർ ബൈ ആർ നമുക്കറിയാം എന്ത് വരും, ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ അല്ലേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി, അതായത് 4/100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ 0.2/5. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് എററാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് റിലേറ്റീവ് എററാണ്. സോ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4/100 ഇൻറ്റു 100 പ്ലസ് 0.2/5 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ നോക്കി 100 ക്യാൻസൽ ആവും. 5ഉം 100ഉം നമുക്കറിയാം 20 ആണ്. 20 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 + 4 8% വരും. സോ അവർ ആൻസർ ഈസ് 8%. സോ 8% ഓപ്ഷൻ എ. അപ്പോൾ എല്ലാവർക്കും ഓപ്ഷൻ എ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഒരു കീം ലെവലിലുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ വി ആർ പ്രൊസീഡിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ ആണ്, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഫ്രം ആൻ എലിവേറ്റഡ് പോയിന്റ് പി എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഒരു പി എന്ന് പറയുന്ന എലിവേറ്റഡ് പോയിന്റിൽ നിന്ന് നമ്മളൊരു സ്റ്റോൺ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഒരു എലിവേറ്റഡ് പോയിന്റിൽ നിന്ന് നമ്മളൊരു സ്റ്റോൺ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ആ സ്റ്റോണിൻ്റെ പാത്ത് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഒരു യു വെലോസിറ്റിയിലാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തത് എന്ന് കരുതുക. അപ്പോൾ യു വെലോസിറ്റിയിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. ഒരു എച്ച് ഹൈറ്റ് മുകളിലെത്തിയപ്പം വെലോസിറ്റി വി. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് എച്ച് ഹൈറ്റ് മുകളിലെത്തിയപ്പോൾ വെലോസിറ്റി വി. പ്രൊജക്റ്റ് ചെയ്തിടത്തു നിന്ന് എച്ച് ഹൈറ്റ് താഴെ എത്തിയപ്പം, പ്രൊജക്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് എച്ച് ഹൈറ്റ് താഴെ എത്തിയപ്പം ഇവിടെ വെലോസിറ്റി 2v ആണ് എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റിന് എച്ച് ഹൈറ്റ് മുകളിൽ വെലോസിറ്റി വിയും അതേ പോയിന്റിന് എച്ച് ഹൈറ്റ് താഴെ വെലോസിറ്റി ഡബിൾ ആണ്, 2v ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എടുക്കുകയാണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് സിംപ്ലി മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എടുക്കുകയാണ്. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എടുത്താൽ നമുക്കറിയാം മക്കളെ എന്തായിരുന്നു, ഇവിടെ ഇത്രയും നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജിയിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എത്രയാ, mgh ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ½ m ഇൻറ്റു u² - v². ഇതിൽ നമുക്ക് m ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി, 2gh ഈസ് ഈക്വൽ ടു u² - v². ഞാനത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വെക്കുക. ഓക്കെ, ഇനി ഞാൻ എന്താണ്ട് ഈ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിലും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതും mgh ആണ്, ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു, സോ ഫൈനൽ കൈനറ്റിക് എനർജി കൂടുതലാണ്. സോ ½ m ഇൻറ്റു 2v², അത് 4v² വരും, -u². ഇവിടെയും m നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2gh എന്ത് വന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 4v² - u². അത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഇനി എനിക്ക് ഈ v² ഇതിനകത്തുനിന്ന് ഒഴിവാക്കണം. ഓക്കെ, കാരണം
നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ഒരു സ്പീഡ് ഉണ്ടല്ലോ യു, ആ സ്പീഡ് വെച്ചിട്ട് നമ്മുടെ ചോദ്യം ഈ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എത്രയാണ്? മാക്സിമം ഹൈറ്റ്. ഈ പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് മാക്സിമം എത്ര ഹൈറ്റ് ഒബ്ജക്റ്റ് പോയി എന്നാണ് ചോദ്യം. അപ്പോൾ അതിനെനിക്ക് യു വേണം, വി എനിക്ക് ആവശ്യമില്ല. സോ ഐ എം ഗോയിങ് ടു എലിമിനേറ്റ് വി. അപ്പോൾ അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 4 എന്ന് പറയുന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 8GH ഈസ് ഈക്വൽ ടു 4u² മൈനസ് 4v². ഇത്രയും ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം നോക്കിയേ. ഇത് പ്ലസ് 4v², ഇത് മൈനസ് 4v². അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ 4v² ക്യാൻസൽ ആയിക്കോളും. സോ ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 3, ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 3 രണ്ടും ആഡ് ചെയ്താൽ 2GH പ്ലസ് 8GH ദാറ്റ് വിൽ ബിക്കം 10GH ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 4v² ക്യാൻസൽ ആവും. 4u² മൈനസ് u², അതെന്ത് വരും? 3u² വരും. ഓക്കെ, സോ ഫ്രം ദാറ്റ് u² ഈസ് ഈക്വൽ ടു 10GH/3 എന്ന് വരും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ പോയിന്റിൽ നിന്ന് മാക്സിമം എത്ര ഹൈറ്റ് അറ്റൈൻ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അതെത്രയാ? u²/2g അല്ലേ? u²/2g. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2g ഇങ്ങോട്ട് എടുത്താൽ പോരെ, ജസ്റ്റ് ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് 5 × 2GH/3 എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ u²/2g ഈസ് ഈക്വൽ ടു 5h/3 എന്ന് വരും. 5h/3. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിന്നെ നമുക്കിതിൽ v² മൈനസ് u² is equal to 2as ആ ഐഡിയ വെച്ച് ഇത് സോൾവ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് എനർജി കൺസർവേഷൻ വെച്ച് ചെയ്യുമ്പം കുറച്ചുകൂടെ സ്റ്റെപ്സ് കുറവാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ, എല്ലാവരും ആൻസർ കറക്റ്റായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, എ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് യൂണിഫോം സർക്കുലർ മോഷൻ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 meter വിത്ത് ആംഗുലർ സ്പീഡ് ഓഫ് 2 radian/second. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടെ നമ്മളൊന്ന് ചേർത്ത് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കിട്ടും. v ഈക്വൽ ടു r ഒമേഗ, ദാറ്റ് ഈസ് റേഡിയസ് 2 meter, ഒമേഗ 2 radian/second. സോ 4 meter/second ആണ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്. യൂണിഫോം സർക്കുലർ മോഷൻ ആയിട്ട് സ്പീഡ് മാറില്ല. π/2 സെക്കൻഡ്സിൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. π/2 സെക്കൻഡ്സിൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നടക്കുമ്പം വെലോസിറ്റി ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2v sin θ/2 ആണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. യൂണിഫോം സർക്കുലർ മോഷൻ ഒരു ഒബ്ജക്റ്റ് നടത്തുമ്പോൾ ഒരു തീറ്റ ആംഗിൾ കറങ്ങിക്കഴിയുമ്പോൾ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു കഴിയുമ്പം വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × വിയുടെ സ്ഥാനത്ത് 4 ആണ് സൈൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ തന്നിട്ടില്ല. ഈ π/2 കണ്ട് തെറ്റിദ്ധരിച്ച് ചാടിക്കയറി തീറ്റയുടെ സ്ഥാനത്ത് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. π/2 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത്രയും സമയമാണ്. തീറ്റ നമുക്ക് ω t എന്ന് എഴുതാം /2. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സൈൻ ഒമേഗ എത്രയാണ്? ആംഗുലർ സ്പീഡ് 2 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. π/2 സെക്കൻഡ്സ് ആണ്, ഒരു /2 കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് 2 ക്യാൻസൽ ആവും. സൈൻ π/2 സൈൻ 90 അത് 1 അല്ലേ? സോ യുവർ ആൻസർ ഈസ് 8. സോ യുവർ ആൻസർ ഈസ് 8. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ സി. കുറേ പേരൊക്കെ തെറ്റിച്ച് കാണാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ π/2 എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ആംഗിൾ വന്നിട്ട് ചിലപ്പോൾ ഈ തീറ്റയുടെ സ്ഥാനത്ത് ആംഗിളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എനിക്കൊന്നും അതിനും ഓപ്ഷൻ കിട്ടും നമുക്ക് ഇതിനകത്ത്. ഐ ഹോപ്പ് സോ. 4√2 വരും. അപ്പോൾ തെറ്റിപ്പോകരുത്, കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. 2 ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, masses 2 kilogram and 4 kilogram are attached by an inextensible light string as shown. If a force of 120 Newton pulls the blocks vertically upward, the tension in the string is. അപ്പം ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മുഴുവൻ ഒരു സിസ്റ്റം ആക്കി എടുത്താൽ, ഇതല്ല, ഇത് കംപ്ലീറ്റ്
ഇത് കംപ്ലീറ്റ് ഞാനൊരു സിസ്റ്റം ആക്കി എടുത്താൽ ഓക്കെ, ആക്സിലറേഷൻ എന്തായിരിക്കും? അതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഒരു സിസ്റ്റം ആക്കിയാൽ 6 കിലോഗ്രാം ഉള്ള ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക. മുകളിലേക്ക് 120 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. താഴേക്ക് ഇതിൻ്റെ വെയിറ്റ് 60 ന്യൂട്ടൺ വരും. മുകളിലേക്ക് ഒരു ആക്സിലറേഷൻ എ, അപ്വേർഡ്സ് ഒരു ആക്സിലറേഷൻ എ വരും. കാരണം 120 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഗ്രേറ്റർ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് by mass, that is equal to 10 meter per second square. അപ്പോൾ ഇത്രയും ആക്സിലറേഷൻ മുകളിലേക്ക്. ഇനി ഞാൻ ആ 2 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണേ. നമുക്ക് ടെൻഷൻ അല്ലേ വേണ്ടേ? അപ്പോൾ 2 കിലോഗ്രാമിൻ്റെ ഇവിടെ ടെൻഷൻ T, അതിൻ്റെ വെയിറ്റ് 20 താഴേക്ക് വരും. പിന്നെ 2 കിലോഗ്രാമിന് മുകളിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട് A. അപ്പോൾ 2 കിലോഗ്രാം ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ് അല്ലേ? അപ്പോൾ ഈ ടെൻഷൻ T ആയിരിക്കും ഗ്രേറ്റർ ഫോഴ്സ്. സോ ദെയർഫോർ T minus 20 is equal to mass into acceleration. So T minus 20 is equal to mass into acceleration 10 ആണ്, 20. അപ്പോൾ T is equal to 40 ന്യൂട്ടൺ എന്ന് വരും. T is equal to 40 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, 2 സ്റ്റെപ്പേ ഉള്ളൂ. കാണുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടി, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വി ആർ പ്രൊസീഡിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്രേറ്റ് ഹൊറിസോണ്ടലി പുഷ് ചെയ്യാണ്, 100 ന്യൂട്ടൺ ഫോഴ്സ്. ഒരു ക്രേറ്റ് 100 ന്യൂട്ടൺ, അപ്പോൾ ഇതിൻ്റെ മാസ് എം എന്നിരിക്കട്ടെ, 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഹൊറിസോണ്ടലി പുഷ് ചെയ്യാണ്. ഒരു 5 മീറ്റർ ഫ്ലോറിലാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ക്രേറ്റിനെ പുഷ് ചെയ്യുന്നത് ഒരു 5 മീറ്റർ ഫ്ലോറിലാണ് നമ്മളത് പുഷ് ചെയ്യുന്നത്. ഈ ക്രേറ്റും ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷൻ 40 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രേറ്റും ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷൻ 40 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then the kinetic energy gained by the crate is net work done is equal to change in kinetic energy. ഒന്നുമില്ല, വർക്ക് എനർജി തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 2 ഫോഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് ഈ 100 ന്യൂട്ടണും പിന്നെ ഫ്രിക്ഷനും. ഈ 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഫ്രിക്ഷൻ കൊണ്ടുപോകില്ലല്ലോ. ഓക്കെ, അപ്പം 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് വർക്കാണ് ചെയ്യുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 100 × 5. ഓക്കെ, പിന്നെ ഫ്രിക്ഷൻ ഓപ്പോസിറ്റാണ് പോകുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവാണ്. മൈനസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ 500 minus 40 × 5, 200 is equal to change in kinetic energy. So ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 300 വരും. ഒബ്ജക്റ്റിന് 300 ജൂൾ വരും. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 5, ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇതിനകത്ത് വലിയ അധികവും ചെയ്യാനില്ല, ആകെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, അല്ലാതെ അധികവും ചെയ്യാനില്ല. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A body of mass 1.5 kilogram rotating about an axis with angular velocity 0.3 radian per second has the angular momentum തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ബോഡിയാണ് ചോദ്യം. ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ഒമേഗയാണ്. ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എൽ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗയാണ്. സോ ആംഗുലർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു, നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന ജനറൽ ഇക്വേഷനാണ് എന്ത്? എം കെ സ്ക്വയർ. വെർ കെ ഈസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻറ്റു ഒമേഗ. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം 1.8 ആണ്. ഒബ്ജക്റ്റിൻ്റെ മാസ് 1.5, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ ഇൻറ്റു ഒമേഗ 0.3. ഓക്കെ, സോ 0.3 1.8 6 എന്ന് വരും. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6/1.5 അല്ലെങ്കിൽ 4 എന്ന് വരും. സോ കെ ഈസ് ഈക്വൽ ടു 2. സോ ഓപ്ഷൻ എ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സിമ്പിളായിട്ടൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കീമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. എളുപ്പമല്ലേ?
L equal to I omega. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് ഞാൻ. ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ, എർത്തിൻ്റെ റേഡിയസ് 3R റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -gm, എർത്തിൻ്റെ മാസ് സാറ്റലൈറ്റിൻ്റെ മാസ് ബൈ 2 into R, where R is the orbital radius. ഓക്കെ, അപ്പോൾ 3R റേഡിയസിലാണ് ഇത് ഓർബിറ്റ് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -gmm by 2 into 3R, that is 6R. ഓക്കെ, ഇത് 5R റേഡിയസിലേക്ക് നമുക്കിതിനെ റൈസ് ചെയ്യണം. അപ്പോൾ പുതിയ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -gmm by 10R വരും. ഓക്കെ, അപ്പോൾ ചേഞ്ച് എത്ര ഇൻക്രീസ് ചെയ്യണം? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു E2 minus E1. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു E2 minus E1 എന്ന് പറഞ്ഞാൽ -gmm by 10R, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, gmm by 6R. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ gmm by 2R കോമൺ ആയിട്ട് എടുക്കാം അല്ലേ മക്കളെ? സോ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു gmm by 2R ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി എന്ത് വരും? gmm by 2R എടുത്തു കഴിഞ്ഞാൽ 1/3 മൈനസ് gmm by 2R 1/5 വരും. ഓക്കെ, സോ 5 - 3 2/15 വരും. ആ ബ്രാക്കറ്റ് 2/15 വരും. സോ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു gmm by 2R ഇൻറ്റു 2/15. 2 ക്യാൻസൽ ആവും. സോ ദാറ്റ് ഈസ് gmm by 15R. അപ്പോൾ 3R ഓർബിറ്റൽ റേഡിയസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ 5R ഓർബിറ്റൽ റേഡിയസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത്രയും എനർജി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ചോദ്യം ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എനർജിയാണ്. ഓക്കെ, പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ എനർജി ബൈ ഇനീഷ്യൽ എനർജി ഇൻറ്റു 100. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എനർജി gmm by 15R ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എനർജി. അപ്പോൾ നമ്മൾ ഈ മൈനസ് സൈൻ ബൗണ്ട് സിസ്റ്റത്തിൻ്റെയാണ് കാണിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ആ വാല്യൂ എടുത്താൽ മതി. gmm by 6R ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ അതിൽ gmm നമുക്ക് ക്യാൻസൽ ചെയ്യാം, R ക്യാൻസൽ ചെയ്യാം. എന്ത് വരും മക്കളെ? 6 into 100/15. 6 into 100/15. ദാറ്റ് ഈസ് നമ്മൾ 3 വെച്ച് കട്ട് ചെയ്താൽ 2 വരും, 5 വരും. 200/5 ദാറ്റ് ഈസ് 40% എന്ന് വരും. 40%. ഓപ്ഷൻ ഡി. അപ്പോൾ ഞാൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ ക്വസ്റ്റനായി ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അത്ര വലിയ ക്വസ്റ്റൻ ഒന്നും അല്ല അല്ലേ മക്കളെ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എനർജി എടുക്കുക, ഡിഫറൻസ് എടുക്കുക, ഇനീഷ്യൽ എനർജിയായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും കിട്ടിയില്ല ആൻസർ? മനസ്സിലായില്ല കോൺസെപ്റ്റ്? ഗ്രാവിറ്റി. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാടിടത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളൊരു ജെന്യൂൻ പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങളിത് പലതവണ ഈ ക്വസ്റ്റ്യൻ കണ്ടു കാണണം. ലെങ്ത്, റേഡിയ, യങ്സ് മോഡുലസ് റേഷ്യോ വന്നിട്ടുണ്ട്. സ്റ്റീൽ വയർ, ബ്രാസ് വയർ, ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ നമുക്കറിയാം FL/AY ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് FL/A. A എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ഇൻറ്റു വൈ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ എന്തായാലും കട്ടായി പോകും. അപ്പോൾ അതിനെ എന്തായാലും നമ്മളിനി കൺസിഡർ ചെയ്യണ്ട. നമുക്ക് സ്റ്റീലിൻ്റെ ബ്രാസിൻ്റെ, അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബ്രാസ് ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലിന് കിട്ടുന്ന ഫോഴ്സ് ബൈ ബ്രാസിന് കിട്ടുന്ന ഫോഴ്സ്, സ്റ്റീലിൻ്റെ ലെങ്ത്ത് ബൈ ബ്രാസിൻ്റെ ലെങ്ത്ത്, റേഡിയസ് താഴെയല്ലേ? അപ്പം ബ്രാസിൻ്റെ റേഡിയസ് ബൈ സ്റ്റീലിൻ്റെ റേഡിയസ് സ്ക്വയർ ഇൻറ്റു യങ്സ് മോഡുലസും താഴെയാണ്. സോ ബ്രാസിൻ്റെ യങ്സ് മോഡുലസ് ബൈ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. ഇത്രയും ടേംസ് ആണ് വരുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ കേസ് മക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റീൽ വയറിൽ മൊത്തം വെയിറ്റും വരുന്നുണ്ട് 3m വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ കേസിൽ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ 3mg വരും. 3mg ബൈ, പക്ഷെ ബ്രാസിന് ഈ ഒരു വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. ബ്രാസിൻ്റെ കേസിൽ 2mg വരും ഇൻറ്റു ലെങ്ത്തിൻ്റെ റേഷ്യോ സ്റ്റീൽ ആൻഡ് ബ്രാസ് എ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു റേഡിയസിൻ്റെ റേഷ്യോ ബി ആണ്. സ്റ്റീൽ ടു ബ്രാസ് ആണ് ബി, അപ്പം 1/b വരും. സോ ദാറ്റ് ഈസ് 1/b² ഇൻറ്റു യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ സ്റ്റീൽ ടു ബ്രാസ് അത് സി ആണ്. സോ ദാറ്റ് ഈസ് 1/c. ഇതിൽ ആരെയൊക്കെ കട്ട് ചെയ്യാം നമുക്ക്? mg കട്ട് ചെയ്യാം, വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3a, സോ യുവർ ഫൈനൽ ആൻസർ ഈസ് 3a by 2b²c. 3a by 2b²c. That is option C. That is option C. Question number 8. Okay. Simple അല്ലേ? അപ്പോൾ ഇതിൽ മുൻപ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണേ. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തൊട്ടുമുമ്പ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നാണ്, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. എ സ്റ്റോൺ ഓഫ് ഡെൻസിറ്റി 2000 kg/m³ ഒരു ലേക്കിൽ ഇമേഴ്സ് ചെയ്തു, റസ്റ്റ് ചെയ്യുന്നത് സിങ്ക് ചെയ്യുന്നു, ഫ്രിക്ഷൻ അതായത് വിസ്കോസിറ്റി ഒന്നും കൺസിഡർ ചെയ്യേണ്ട, 4 seconds എത്ര ഡെപ്തിൽ ചെല്ലുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ജി വേണം, ജി എഫക്റ്റീവ്. അത് നമുക്കറിയാം. എന്താ മക്കളെ, ഒരു ഫ്ലൂയിഡിനകത്ത് കിട്ടുന്ന ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു 1 - ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് വാട്ടറാണ് 1000 വരും. സ്റ്റോണിൻ്റേത് 2000 ആണെന്ന് അവർ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ 1 - 1/2 1/2. സോ എഫക്റ്റീവ് ജി g/2 ആണ്. റസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു, ആഫ്റ്റർ 4 seconds എത്ര ഡിസ്റ്റൻസ് താഴോട്ട് വരുമെന്നാണ് ചോദ്യം. എസ് ഈസ് ഈക്വൽ ടു ut + ½ t². റസ്റ്റിൽ നിന്നാണ്. സോ ut 0, എസ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ഓക്കെ എയുടെ സ്ഥാനത്ത് g/2 t². t 4 seconds ആണ്. 4² 16. ഓക്കെ 16. സോ 2 2 16 4 വരും. അപ്പോൾ 4g. അപ്പം കണ്ടിട്ട് അവർ G10 അല്ല G9.8 ആണ് എടുത്തിരിക്കുന്നത്. സോ 4 × 9.8 ദാറ്റ് വിൽ ബിക്കം 39.2 meter. 39.2 meter. ഓപ്ഷൻ ബി. ഇതൊന്നും മറക്കല്ലേ. ഇത് മറന്നുകാനുള്ള കുഴപ്പം എന്താ അറിയോ, നമ്മൾ വെയിറ്റും ബോയൻസിയൊക്കെ എടുത്ത് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ച് മാസ് വെച്ചൊക്കെ ഡിവൈഡ് ചെയ്ത് വെറുതെ ക്വസ്റ്റ്യൻ വൃത്തിയിടാവും. ഇതറിയാമെങ്കിലും ഈ ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കാര്യം കഴിയും. ഓക്കെ, സിമ്പിൾ അല്ലേ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു റേഡിയോ ആക്റ്റീവ്, ഓക്കെ സഡൻലി വി ആർ ജമ്പിങ് ടു സെക്കൻഡ് ഇയർ. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എക്സ് ആണ്, ഹാഫ് ലൈഫ് 10⁻⁹ years ആണ്, വൈ ആയിട്ട് ഡീക്കേ ചെയ്തു. അപ്പം നമ്മൾ നോക്കിയാൽ 1:15, 1:x/y. x/y നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 1:15 ആണ് റേഷ്യോ. 1:15 എന്ന് പറയുമ്പം മൊത്തം 16 പാർട്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 16 പാർട്സിൽ ഒരു പാർട്ടേ ഇപ്പോൾ എക്സ് ഉള്ളൂ. അപ്പോൾ 16 പാർട്ടിൽ ഒരു പാർട്ടേ ഉള്ളൂ. അപ്പോൾ 16 ആദ്യം 8 ആവാൻ ഒരു ഹാഫ് ലൈഫ്, 8 4 ആവാൻ അടുത്ത ഹാഫ് ലൈഫ്, 4 2 ആകാൻ ഒരു ഹാഫ് ലൈഫ്, 2 1 ആവാൻ അടുത്ത ഹാഫ് ലൈഫ്. അപ്പോൾ എത്ര ഹാഫ് ലൈഫ് വന്നു മക്കളെ? 1 2 3 4. അപ്പോൾ 16 പാർട്ട് ഉണ്ടായിരുന്നത് 1 പാർട്ടായിട്ട് കുറയാൻ 4 ഹാഫ് ലൈഫ് എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ലൈഫ് 10⁻⁹ years ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 4 × 10⁻⁹ years. So that means option A is your answer. Simple question. കിട്ടിയില്ലേ? ജസ്റ്റ് നോക്കി നമുക്ക് ആൻസർ പറയാം, അധികം ചെയ്യാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നമ്മുടെ സെമി കണ്ടക്ടറിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ഗേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഔട്ട്പുട്ട് ഞാൻ സി എന്നും ഡി എന്നും കൊടുക്കുകയാണ് കേട്ടോ. ഫൈനൽ ഔട്ട്പുട്ട് വൈ. ഓക്കെ, സോ എ ബി സി ഡി ഫൈനൽ ഔട്ട്പുട്ട് വൈ. അപ്പോൾ ഇൻപുട്ട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. ഓക്കെ, 0 നോട്ട് ഗേറ്റ് ആണ്, ഇത് 1 ആവും. 0
1 ആവും. ഇത് രണ്ട് നോട്ട് ഗേറ്റ് അല്ലേ, അപ്പോൾ ഇത് 1 0 ആവും, ഇത് 0 1 ആവും, ഇത് 0 0 ആവും. അപ്പോൾ ഇത് നമ്മൾ നാൻഡ് ഗേറ്റിന് കൊടുക്കുകയാണ്. 1ഉം 1ഉം ആൻഡിന് കൊടുത്താൽ ഔട്ട്പുട്ട് 1 ആണ്, നാൻഡിന് 0 ആവും. 1ഉം 0യും ആൻഡിന് കൊടുത്താൽ ഔട്ട്പുട്ട് 0 ആണ്, നാൻഡ് ആയതുകൊണ്ട് 1 ആവും. സെയിം തിങ് 1 0 0 ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 0, പക്ഷേ നാൻഡ് ആയതുകൊണ്ട് 1 ആവും. എന്താ മക്കളെ നമ്മൾ കണ്ടുപിടിച്ചത്? ഇപ്പം ഇനി ഇത് വെച്ച് നോക്കണം, കാരണം ഇതല്ല നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്ത ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ, ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പോൾ അത് ഓർ ഗേറ്റ് അല്ലേ? സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ അത് നമ്മുടെ ഓർ ഗേറ്റ് അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഈ ഓർ ഗേറ്റ്, തന്നിരിക്കുന്ന ഒരു ഓർ ഗേറ്റ് ആണ്. നിങ്ങൾക്ക് ബൂലിയൻ ആൾജിബ്ര വെച്ചും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ചാർജ് മാഗ്നറ്റിസം. ഒരു ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ G എന്ന് എടുക്കുന്നു. ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യാവുന്ന മാക്സിമം കറണ്ട് IG. നമ്മൾ അതിനൊരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നു, ഷണ്ട് റെസിസ്റ്റൻസ് S. ടോട്ടൽ കറണ്ട് I ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്കതിനെ മാറ്റണം. അപ്പോൾ ബാക്കിയുള്ള കറണ്ട് I-IG ഷണ്ടിൽ കൂടി പാസ് ചെയ്യണം. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. അതായത് IgG ഈസ് ഈക്വൽ ടു I-IG ഇൻറ്റു S. ഓക്കെ, സോ S ആണ് ചോദ്യം. IgG ബൈ I-IG. അപ്പോൾ ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേറെ ഒന്നും ചെയ്യാനില്ല. S ഈസ് ഈക്വൽ ടു IG. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ തരുന്ന കറണ്ട് 0.2 മില്ലി ആംപിയർ. സോ 0.2 ഇൻറ്റു 10⁻³ ഇൻറ്റു G. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 400 ഡിവൈഡഡ് ബൈ I-IG. നമുക്കിതിനെ 3 ആംപിയർ പറ്റുന്നൊരു അമ്മീറ്റർ ആക്കിയാണ് മാറ്റേണ്ടത്. സോ 3 - IG. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 - IG എന്ന് പറഞ്ഞാൽ 3യിൽ നിന്ന് 0.2 ഇൻറ്റു 10⁻³ 0.00002 സബ്ട്രാക്ട് ചെയ്യണം. അതിനാ അപ്പോൾ 2.999 എന്ന് പറഞ്ഞൊരു ആൻസർ വരും. നമ്മൾ അതിൽ നല്ലത് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ, അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു നല്ലൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ് കേട്ടോ, ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നില്ല, ഞാൻ 3 ആയിട്ട് തന്നെ എടുക്കുകയാണ്. സോ ദെയർഫോർ 0.2 ഇൻറ്റു 400 എന്ന് പറഞ്ഞാൽ 80 വരും. സോ 80 ഇൻറ്റു 10⁻³ ബൈ 3. ഈ 80/3 എന്ന് പറഞ്ഞാൽ 81/3 ആണെങ്കിൽ 27 ആണ്. സോ ഇത് 80/3, 27 അടുത്തുള്ള ഒരു ആൻസർ ഇൻറ്റു 10⁻³ അപ്പോൾ ഓപ്ഷൻ എ വരും. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ എ. ഓക്കെ, ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, നമ്മൾ എഞ്ചിനീയറിംഗ് ലെവലിൽ നമ്മൾ KEAM എക്സാംസിനൊക്കെ നോക്കുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ കൺവേർഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. Two non-identical rods are joined together as shown below. Find the junction temperature. Junction temperature എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ഇതുവഴി പോകുന്ന ഹീറ്റും ഇതുവഴി പോകുന്ന ഹീറ്റും സെയിം ആയിരിക്കും. ആ രണ്ട് ഇതിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്ന ഹീറ്റ് ഞാനൊരു H1 എന്നും ഇതുവഴി പോകുന്ന ഹീറ്റ് ഞാനൊരു H2 എന്നും വിളിച്ചാൽ H1 ഈസ് ഈക്വൽ ടു H2. H1 ഈസ് ഈക്വൽ ടു H2. ആ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T ആണ്. ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T. T എത്ര എന്നാണ് ചോദ്യം. ഹീറ്റ് കറണ്ട്, റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്, ദാറ്റ് ഈസ് KA ഡെൽറ്റ T ബൈ D. K തെർമൽ കണ്ടക്ടിവിറ്റി K, ആദ്യത്തെ ഇത്രയും സെക്ഷൻ, ഏരിയ A ഡെൽറ്റ T T1 - T ബൈ ലെങ്ത് L ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റി 2K ആയി, ഏരിയ 2A ആയി, ടെമ്പറേച്ചർ ഡിഫറൻസ് T - T2 by length 2L ആയി. So KA you can cancel, L you can cancel, 1 2 you can cancel. So what you are getting is T1 minus T is equal to 2T minus 2T2. Okay, so therefore ഒന്ന് rearrange ചെയ്യാണ് ഞാൻ. T1 plus 2T2 is equal to 3T. So therefore T is equal to T1 plus 2T2 by 3. T1 plus 2T2 by 3. Option C. 13 option C. A simple question.
അധികം നമ്മളൊന്നും വർക്കൗട്ട് ചെയ്യാനില്ല, ഒന്നുമില്ല, 2 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും തെറ്റിക്കില്ല കേട്ടോ. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം വേവ്സ്. വേവ്സിൻ്റെ ടോപ്പിക്കിൽ നിന്നാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി 256 ഹെർട്സ് ആണ്. 256 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇതൊരു പിയാനോ ആയിട്ട് 5 ബീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിയാനോയുടെ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി ഒന്നുകിൽ അത് 261 ആണ്, അല്ലെങ്കിൽ 251 ആണ്. കാരണം ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ പിയാനോ ഒന്നെങ്കിൽ 250 ആണ്, അല്ലെങ്കിൽ 261 ആണ്. നമ്മൾ പിയാനോയുടെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ആദ്യം 5 ഉണ്ടായിരുന്ന ബീറ്റ്സ്, ട്യൂണിംഗ് ഫോർക്ക് സെയിം ആണ്, മാറ്റമൊന്നുമില്ല കേട്ടോ. പിയാനോയുടെ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കൂട്ടുമ്പം ആ ബീറ്റ്സ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ബീറ്റ്സ് കുറയും. നമുക്കറിയാം ടെൻഷൻ കൂട്ടുമ്പം ഫ്രീക്വൻസി കൂടും, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഫ്രീക്വൻസി കൂടുക എന്ന് പറയുമ്പം ഇതൊന്ന് ആലോചിച്ചേ, 262, 263 അങ്ങനെ കൂടും. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് 5നേക്കാൾ കൂടും. അപ്പം പിയാനോയുടെ ഫ്രീക്വൻസി 261 ആണെങ്കിൽ ടെൻഷൻ കൂട്ടിയാൽ ബീറ്റ്സ് കൂടും, 5നേക്കാൾ കൂടും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ കുറഞ്ഞു. ഇവിടെ ടെൻഷൻ കൂട്ടുമ്പം ഫ്രീക്വൻസി 252, 253 അങ്ങനെ കൂടും. അങ്ങനെ കൂടുമ്പോൾ ഈ ഡിഫറൻസ് കുറയും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ബീറ്റ്സ് കുറയണമെന്നുണ്ടെങ്കിൽ 251 ആയിരിക്കണം, എങ്കിലേ പറ്റുള്ളൂ. സോ യുവർ ആൻസർ വിൽ ബി 256 മൈനസ് 5. ദാറ്റ് ഈസ് യുവർ ആൻസർ. 256 മൈനസ് 5, ദാറ്റ് ഈസ് യുവർ ആൻസർ, ഓപ്ഷൻ ഡി. ഈ ബീറ്റ്സ്, ഡോപ്ലർ എഫക്റ്റ്, ഈ ഏരിയാസ് ഒക്കെ കമ്പൽസറി നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോകാവൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചാർജസ് ഓൺ 2 സ്പിയേഴ്സ്, 2 സ്പിയേഴ്സിലെ ചാർജസ് വന്നിട്ടുണ്ട്. അവർക്ക് എഫ് ഫോഴ്സ് ഉണ്ട്. അപ്പം ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ 1/4πε0, ഞാൻ കെ വെച്ച് ഡിനോട്ട് ചെയ്യാണ്. Q1 Q2, അപ്പോൾ 10 × 5 50 × 10⁻⁻12 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ r². ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടിലും ഞാനൊരു +2 മൈക്രോ കുളം ആഡ് ചെയ്തു. അപ്പോൾ ഇത് +12ഉം ഇത് -3 ആവും. 12ഉം 3ഉം, അപ്പോൾ 12 × 3 36. പുതിയ ഫോഴ്സ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ K × 36 × 10⁻⁻12 ബൈ r². ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിൽ K 10⁻⁻12 ബൈ r², അതെന്ന് പറഞ്ഞാൽ F/50 ആണ്. K 10⁻⁻12 ബൈ r², അത് F/50 ആണ്. K 10⁻⁻12 ബൈ r², അത് F/50 ആണ്, F ഡിവൈഡഡ് ബൈ 50 ആണ്. സോ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 36 × F/50. 2 വെച്ച് കട്ട് ചെയ്താൽ 18F/25. 18F/25. That is option C. That is option C. Question number 15, option C. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് ജാക്ക് പോട്ട് പോലെ കിട്ടുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ത് വരും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് സിംപ്ലിഫൈ നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് P/Q ഈസ് ഈക്വൽ ടു R/S. ഇത്രയും ഭാഗം ഒരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഭാഗം ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. 1/2 2:1 2:1. അപ്പോൾ ഈ 5R കറണ്ട് ക്യാരി ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ആ നടുക്കലത്തെ റെസിസ്റ്റൻസ് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ R ഉം R/2 സീരീസിലാവും, അത് 3R/2 ആവും. R ഉം R/2 സീരീസിൽ ദാറ്റ് വിൽ ബിക്കം 3R/2. R ഉം R/2 സീരീസിൽ ദാറ്റ് വിൽ ബിക്കം 3R/2. 2R ഉം R ഉം സീരീസ്, 5R മാറ്റിക്കഴിഞ്ഞാൽ 2R ഉം R ഉം സീരീസിലാണ്, ദാറ്റ് വിൽ ബിക്കം 3R. ആൻഡ് R ഉം 3R ഉം സീരീസിലാണ്, ദാറ്റ് വിൽ ബിക്കം 4R. അപ്പം ഈ 3 പേര് ഇപ്പോൾ പാരലലാണ്. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ
1 by r dash is equal to 3r by 2 plus 1 by 3r plus 1 by 4r. Okay. So 2 by 3r plus 1 by 3r. That is 3 by 3r. That is 3 by 3r. So 3 by 3r plus 1 by 4r. And 3 cancel. 1 by r plus 1 by 4r. 4r plus r. That will become 5 by 4r. So r dash is equal to 4r by 5. R dash is equal to 4r. അതായത് ഈ 3 ബ്രാഞ്ചസ് ഇവരുടെ എഫക്റ്റീവ് ദാറ്റ് ഈസ് 4r by 5. അതിൻ്റെ കൂടെ ഇത് രണ്ടും സീരീസ് ആണ്. ഈ ബ്രാഞ്ചിൻ്റെ കൂടെ ഇത് രണ്ടും സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു 2r കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 4r by 5 plus 2r that is equal to 14r by 5 വരും. 14r by 5 ഓപ്ഷൻ എ. പെട്ടെന്ന് ഇത് കണ്ട് ചാടിക്കയറി സിമിട്രി അങ്ങനെയൊക്കെ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ സീരീസ് പാരലൽ കോമ്പിനേഷനാണ്. ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയും. കീം ലെവലിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് മനസ്സിലാവണം ഇത് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് m1 ആണ്. അത് ആക്സിയലി കട്ട് ചെയ്തു ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ശ്രദ്ധിച്ച് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാർ മാഗ്നറ്റ്. ഇത് ആക്സിയലി കട്ട് ചെയ്തു 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായി. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാവുമ്പം പോൾ സ്ട്രെങ്ത് ഹാഫ് ആവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആകുമ്പോൾ പോൾ സ്ട്രെങ്ത് ഹാഫ് ആവും. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ്. പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ്. അപ്പോൾ പോൾ സ്ട്രെങ്ത് പകുതിയായാൽ മാഗ്നറ്റിക് മൊമെൻറ്റും പകുതിയാവും. പോൾ സ്ട്രെങ്ത് പകുതിയായാൽ മാഗ്നറ്റിക് മൊമെൻറ്റും പകുതിയാവും. അപ്പോൾ ഇത് m1/2, മുകളിലത്തേതും m1/2 ആവും. മുകളിലത്തേതും m1/2, താഴത്തേത് m1/2. ഓക്കെ, ഇനി ഈ രണ്ട് പീസിനെ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ ഒരാൾ m1/2, മറ്റേ ആളും m1/2. ആ രണ്ട് പീസിനെ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് ചെയ്തു. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ത് വരും? √2 ടൈംസ് m1/2 വരും. ദാറ്റ് ഈസ് m1/√2 വരും. ഇതിൻ്റെ റിസൾട്ടൻ്റ് അത് m2 ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടൻ്റ് m2. അതായത് m1/√2 ഈസ് ഈക്വൽ ടു m2. ചോദ്യം m1/m2 അല്ലേ? സോ m1/m2 ഈസ് ഈക്വൽ ടു √2. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് റീഅറേഞ്ച് ചെയ്യുന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. കീം ലെവലിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാം. അതായത് ജസ്റ്റ് വേണമെങ്കിൽ കൺഫ്യൂഷൻ വന്നാൽ ലാസ്റ്റ് ഈ സ്റ്റെപ്പ് മാത്രമേ ചെയ്തു നോക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതും വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു AC സർക്യൂട്ട് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് പവർ ഡിസിപ്പേഷനാണ് ചോദ്യം. നമുക്കറിയാം പവർ ഡിസിപ്പേഷൻ P ഈസ് ഈക്വൽ ടു VRMS IRMS cos phi. VRMS IRMS cos phi. So power P ഈസ് ഈക്വൽ ടു, നമുക്ക് പീക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. VRMS V0/√2 IRMS I0/√2 into cos phi, where phi phase difference അല്ലെങ്കിൽ cos phi power factor. So P is equal to V0 I0/2 into cos phi. അല്ലെങ്കിൽ ഇത്രയൊന്നും എഴുതണ്ട, ഡയറക്റ്റ് ചെയ്ത് അങ്ങ് എഴുതിയാലും മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസാ. സോ P is equal to വോൾട്ടേജിൻ്റെ പീക്ക്, കറണ്ടിൻ്റെ പീക്ക് /2 cos phi. ഫേസ് ഡിഫറൻസ് π/3 60 degree. cos 60 that is 1/2. So 2 150 75 2 150 75 75 into 75. ഈ തന്നിരിക്കുന്നതിൽ 75 into 75 നമുക്കറിയാം ഇതൊന്നും വരില്ല. സോ ഒരേ ഒരു പോസിബിലിറ്റി ഓപ്ഷൻ C. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. അല്ല, ഇതൊന്നും ചെയ്ത് സമയം കളയരുത് കേട്ടോ മക്കളെ.
ഇതല്ല ആൻസർ എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിക്കോളും. അല്ലാതെ വേറെ ആൻസർ ഒന്നും എന്തായാലും വരില്ലല്ലോ. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്, ഐ പീസ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. റയോപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഐ പീസ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ. നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് മീൻസ് ഇമേജ് ഈസ് ഓൾസോ വെരി ഫാർ അവേ ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ FO/FE. അത് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്ത് വരും? ആ സമയത്ത് മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം FO/FE ഇൻറ്റു 1 + FE/D ആണ്, where D is the 25 സെൻറ്റിമീറ്റർ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. FO/FE 10, 1 + FE 5 ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, D 25 ആണ്. So that is 10 into 5/25, 1/5, 1 + 1/5, 6/5 ആണ്. 6/5 that is equal to 12. Option C. Simple question from Rayoptics. Optical instruments, direct question. Equation substitute ചെയ്താൽ മാത്രം മതി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? Let's go to next question. How many photons? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഫോട്ടോൺസ് വന്ന് ഒരു സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഫോട്ടോൺസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇങ്ങനെ നോർമലി സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പം മൊമെൻറ്റം നമുക്കറിയാം h/λ ആണ്. ഫോട്ടോൺ ആണ് മൊമെൻറ്റം h/λ മൊമെൻറ്റത്തിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ ഡയറക്ഷൻ നോക്കിയാൽ -h/λ, മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ h/λ തന്നെ തിരിച്ചു പോകുന്നു. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2h/λ. അപ്പോൾ ഓരോ ഫോട്ടോണിനും, ഈ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഓരോ ഫോട്ടോണിനും ഇത്രയും മൊമെൻറ്റം ചേഞ്ച് ഉണ്ട്. അങ്ങനെ n ഫോട്ടോൺസ് സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. t സെക്കൻഡ്സിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. അത് 10 ന്യൂട്ടൺ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഫോട്ടോൺ സ്ട്രൈക്കിംഗ് പെർ യൂണിറ്റ് ടൈം n/t, അത് നമുക്കൊരു സ്മോളർ ലെറ്റർ n ആണെന്ന് എടുക്കാം, ഇൻറ്റു 2h/λ ഈസ് ഈക്വൽ ടു 10. ചോദ്യം n ആണ്, നമ്പർ ഓഫ് ഫോട്ടോൺ സ്ട്രൈക്കിംഗ് പെർ യൂണിറ്റ് ടൈം. സോ n ഈസ് ഈക്വൽ ടു 2, 10, 5. സോ യുവർ ആൻസർ ഈസ് 5λ/h. സോ n ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ലാംഡ എന്താ 6600 നാനോമീറ്റർ ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ h 6.6 ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 10⁻⁻34. സോ n ഈക്വൽ ടു 1, 2, 3. അപ്പോൾ 5 ഇൻറ്റു 6.6 ഇൻറ്റു 10⁻⁻6 ബൈ 6.6 ഇൻറ്റു 10⁻⁻34. 6.6 ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് വിൽ ബിക്കം 5 ഇൻറ്റു 10⁻28. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അത്ര സിമ്പിളാന്ന് ഞാൻ പറയില്ല. ഇങ്ങനെ ചിന്തിക്കാൻ നേരത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് പരിചയം വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അല്ലാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാണ്, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാം, കൺഫ്യൂഷനാവും. പക്ഷേ സംഭവം സിമ്പിളാണ്, സാധനം സിമ്പിളാണ്, വലിയ കാര്യമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം, ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ അല്ലേ? കാൽക്കുലേഷനൊക്കെ സിമ്പിളാണ്, വലിയ ലെങ്തി കാൽക്കുലേഷൻ ഒന്നുമില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഐ എം ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 21. ഒരു നാരോ സ്ലിറ്റ് വിഡ്ത്ത് 2 mm മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ച് ഇലുമിനേറ്റ് ചെയ്തു. വേവ് ലെങ്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ആണ്. ഫസ്റ്റ് മിനിമം ഓൺ എയ്തർ സൈഡ്. സെൻട്രൽ മാക്സിമത്തിൻ്റെ 2 സൈഡുള്ള ഫസ്റ്റ് മിനിമം, അതിനിടയ്ക്കുള്ളത് ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ മാക്സിമം അല്ലേ? ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത്, അതാണ് ഈ 2 സൈഡിലെ ഫസ്റ്റ് മിനിമത്തിനിടയ്ക്കുള്ള ദൂരം. ആ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്താണ് ചോദ്യം. സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2λ/d/a ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു λ 500 നാനോമീറ്റർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ 1 മീറ്റർ ബൈ സ്ലിറ്റിൻ്റെ സൈസ് 2 ഇൻറ്റു 10⁻⁻³ മില്ലിമീറ്റർ. 2 കട്ട് ചെയ്യാം. സോ 500 ഇൻറ്റു
10⁻⁻6 മീറ്റർ അല്ലെങ്കിൽ 0.5 into 10⁻⁻3 അത്രയും മില്ലിമീറ്റർ, 0.5 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. വേവ് ഓപ്റ്റക്സ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. റേ ഒപ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻ. ഒരു പ്രിസം ഉണ്ട് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2, റിഫ്രാക്റ്റിംഗ് ആംഗിൾ 30 ആണ്. ഒരു സർഫസ് നമ്മൾ പോളിഷ് ചെയ്തു. എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് വിൽ ബി റീട്രേസ് ഇറ്റ്സ് പാത്ത് ഇഫ് ഇറ്റ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓവർ ദ റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് പ്രിസം വിൽ ബി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഫൈൻ. അപ്പം ഞാനൊരു പ്രിസം വരയ്ക്കുന്നു. ഒരു സൈഡ് നമ്മൾ റിഫ്ലക്റ്റിംഗ് ആക്കി പോളിഷ് ചെയ്തു. ഈ പ്രിസത്തിൻ്റെ ആംഗിൾ 30 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. ലൈറ്റ് പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈറ്റ് പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? നോർമൽ ഇൻസിഡൻസിൽ മാത്രമേ ലൈറ്റ് പാത്ത് എന്ത് ചെയ്യുള്ളൂ? റീട്രേസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ലൈറ്റ് ഇങ്ങനെ ആയിരിക്കണം വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നു, ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടന്ന് ബെൻഡ് ചെയ്ത് ഈ സർഫസിൽ നോർമലി ഹിറ്റ് ചെയ്തു. ഇങ്ങനെ വന്ന് ഈ സർഫസിൽ നോർമലി ഹിറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ പാത്ത് റീട്രേസ് ചെയ്തു വരും. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നാണ് ചോദ്യം. ഇത് 30, ഇത് 90, അപ്പോൾ ഇത് 60 വരും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇത് 30 വരും. സോ ഈ ഫസ്റ്റ് സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ ഐ ബൈ sin r, angle of refraction 30, is equal to refractive index √2. So sin I is equal to √2 into sin 30, that is 1/2, which is 1/√2. 1/√2. അപ്പോൾ I എന്ത് വരും? 45 ഡിഗ്രി. 45 ഡിഗ്രി. അപ്പോൾ റീട്രേസ് ഒരു സൈഡ് പോളിഷ്, ഇതൊന്നും കണ്ട് ആരുടെയും ബോധമൊന്നും പോകരുത്. സിമ്പിളാണ്. ഒറ്റ സ്റ്റെപ്പിൽ ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തീരും. 45 ഡിഗ്രി. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 22 ഓപ്ഷൻ സി. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കോൺസെപ്റ്റും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. 2 ഇലക്ട്രിക് ബൾബ്സ്, ടങ്സ്റ്റൺ ഫിലമെന്റ്സ്, സെയിം ലെങ്ത് ആണ്. ഇഫ് വൺ ഓഫ് ദം ഗിവൺ, രണ്ടും ടങ്സ്റ്റൺ ആണ്, 60 വാട്ടും വേറെണ്ണം 100 വാട്ടും. ഓക്കെ, നമുക്കറിയാം റേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് R ആണ്. P ഈക്വൽ ടു V²/R. റേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ R. അപ്പോൾ ഇവിടെ ഈ നമ്മൾ സാധാരണ വീട്ടിൽ ബൾബ് മേടിക്കുമ്പം 60 വാട്ടായാലും 100 വാട്ട് എല്ലാം ഒരേ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. റേറ്റഡ് വോൾട്ടേജ് എല്ലാത്തിനും സെയിം ആയിരിക്കും. 230 അല്ലെങ്കിൽ 220 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പം റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ R എന്ന് വെച്ചാൽ ρL ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടങ്സ്റ്റൺ വയർ ആണ്. അപ്പം റെസിസ്റ്റിവിറ്റി സെയിം ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റഡ് വോൾട്ടേജ് ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. സോ റേറ്റഡ് പവർ ഈസ് പ്രപ്പോർഷണൽ ടു ആ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. റേറ്റഡ് പവർ കൂടിയത് ഈ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഈ എക്സാമ്പിളിനെ പറ്റിയാണ്. അല്ല എല്ലാ കേസിലും ജനറലൈസ് കേട്ടോ. ചില കേസിൽ മെറ്റീരിയൽ ഡിഫറൻ്റ് ആയിരിക്കും, ലെങ്ത് ഡിഫറൻ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ വരാം കേട്ടോ. ഈ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ റേറ്റഡ് പവർ കൂടുതലുള്ള ബൾബിന് ഫിലമെൻറ്റിന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും, തിക്കറായിരിക്കും. 100 വോൾട്ട് ബൾബ് ഹാസ് തിക്കർ ഫിലമെൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. 23 ഓപ്ഷൻ എ. റേറ്റഡ് പവർ കൂടിയ ബൾബിൻ്റെ ഫിലമെൻറ്റ് തിക്കായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയിന്റ് മാസസ് തന്നിട്ടുണ്ട്. അവരെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോയിന്റ് മാസസ് തന്നിട്ട് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ 1 കിലോഗ്രാം ബോഡിയെ വെച്ചിരിക്കുന്നത് ഒറിജിനലാണ്. മൈൻഡ് ചെയ്യേണ്ട, കാരണം എബൌട്ട് എക്സ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആക്സിസിൽ തന്നെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ 200, YZ കോർഡിനേറ്റ് 0 ആണ്. 200 അതും ഇരിക്കുന്നത് എക്സ് കോർഡിനേറ്റിൽ തന്നെയാണ്, എക്സ് ആക്സിസിൽ തന്നെയാണ്. മൈൻഡ് ചെയ്യേണ്ട. 3 കിലോഗ്രാം Y കോർഡിനേറ്റ് 3. അപ്പോൾ 3 ഇവിടെയാണ് ഇരിക്കുന്നത്. എക്സ് ആക്സിസിൽ നിന്ന് ഒരു 3 ഡിസ്റ്റൻസ് ഉണ്ട്.
3 ഡിസ്റ്റൻസിലാണ് അതിരിക്കുന്നത്. അപ്പം എബൌട്ട് എക്സ് ആക്സിസ് ഇതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ വരും. ആൻഡ് 4 കിലോഗ്രാം ഇരിക്കുന്ന -2 എക്സ് കോർഡിനേറ്റ് -2 വൈ കോർഡിനേറ്റ് -2 ഇസഡ് കോർഡിനേറ്റ് 0 എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. 4 കിലോഗ്രാം പാർട്ടിക്കിൾ ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് 2, ഈ ഡിസ്റ്റൻസ് 2. കോർഡിനേറ്റ് നോക്കിയാൽ -2 -2 -2. ഓക്കെ. എബൌട്ട് എക്സ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പം 1ഉം 2ഉം ആക്സിസിൽ തന്നെയാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ വരില്ല. ഈ 3ഉം 4ഉം മാത്രം എടുത്താൽ മതി. അപ്പം 3 ഒരു പോയിന്റ് ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം mr². m3 ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. അപ്പോൾ 3² പ്ലസ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് 4 മാസ് ഇൻറ്റു ആക്സിസിൽ നിന്നുള്ള എക്സ് ആക്സിസിൽ നിന്നുള്ള, കാരണം എബൌട്ട് എക്സ് ആക്സിസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2² 4. സോ 3² 9, 9 into 3 27 plus 4 into 2² 4, 4 into 4 16, 27 plus 16 43. So your answer is option A. റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ. ഐ തിങ്ക് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് റിജിഡ് ബോഡി. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ആദ്യം നമ്മൾ ആംഗുലർ മൊമെന്റത്തിന്റെ ഒരെണ്ണം ചെയ്തു. ഇപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ. ആദ്യം ആംഗുലർ മൊമെന്റം അല്ലായിരുന്നു, ആംഗുലർ മൊമെന്റ് ഉപയോഗിച്ച് റേഡിയസ് ഓഫ് ജൈറേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ആർ കമ്മിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു പോളി അറ്റോമിക് ഗ്യാസ് ഗാമ തന്നിട്ടുണ്ട്. കംപ്രസ് ടു 1/8 ഓഫ് ഇറ്റ്സ് വോളിയം അഡയാബാറ്റിക്കലി. ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ എന്നാണ് ചോദ്യം. P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. ഫൈനൽ പ്രഷർ P2 എന്ന് പറഞ്ഞാൽ P1 ഇൻറ്റു V1 ബൈ V2 റേസ് ടു ഗാമ. ഇനീഷ്യൽ പ്രഷർ P0 ആണ്. V1 ബൈ 1/8 ആയിട്ട് കംപ്രസ് ചെയ്തു. സോ ദാറ്റ് ഈസ് V1/8. ദ ഹോൾ റേസ് ടു ഗാമ എന്ന് പറയുമ്പോൾ 4/3. ദാറ്റ് ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു V1 കട്ടാവും 8 റേസ് ടു 4/3. ആദ്യം നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കാം. 8ന്റെ ക്യൂബ് റൂട്ട് ദാറ്റ് ഈസ് 2. 2 റേസ് ടു 4 16. സോ ഫൈനൽ പ്രഷർ P2 ഈസ് ഈക്വൽ ടു 16 P0. So your answer is option 2. So 25 questions. 25 question KEAM full topic. പക്ഷേ എന്നാലും ചില ടോപ്പിക്സ് മിസ്സായിട്ടുണ്ട്. അത് വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത പിന്നീട് വരുന്ന ഇനി ക്ലാസ്സുകളൊക്കെ അത് കവർ ആവും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ എക്സാമിനൊക്കെ വരുന്ന ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമൊക്കെ സെലക്ട് ചെയ്ത്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണ് കോൺസെപ്റ്റ്സ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എഞ്ചിനീയറിംഗ് KEAM എക്സാം സിമ്പിളാണ്. എക്സാം ഹോളിൽ കയറി നമ്മൾ അധികം കൺഫ്യൂഷനൊന്നും അടിക്കാതിരുന്നാൽ മതി. കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയാൽ ഇറ്റ്സ് വെരി ഈസി. നല്ലൊരു സ്കോർ കിട്ടാനും നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടാനും യാതൊരു ഡിഫിക്കൽട്ടി ഇല്ലാത്തൊരു എക്സാമാണ്. ഓക്കെ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.